സ്കൂളിൻ്റെ ഇതിൽ ഒരു ട്രിപ്പ് പോവുകയാണ്. നമ്മളെ 2-3 ഐറ്റം പ്രസിഡൻ്റ് ആയിട്ടുള്ള നമ്മൾ റഹ്മത്ത് സാഹിബ് ആൾ തന്നെ കിട്ടിയിരിക്കുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് യാത്രയിലൂടെ നമുക്ക് എന്തൊക്കെ കാണാം അതൊക്കെ കാണാം. അവിടെ വാ, ആ സീറ്റിട്ട് പോരാ, സീറ്റിൽ പോരാ. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ പോയി ഇറക്കി വന്നോ. സുബൈക്ക് നിലമ്പൂര് പള്ളിക്കടുത്തേക്കാണ്. അടിപൊളിയാണ്. പ്രസിഡന്റ് കോട്ടൂരിയാ? ആ സലാമ എന്നെ കണ്ടിട്ടില്ല കേട്ടോ. നിലമ്പൂര് പുതിയ പള്ളിയാ മൊത്ത കണ്ടില്ല കേട്ടോ. ആ ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചിൽ ആരെയും ആലോചിച്ച് നോക്കാൻ ആ ടീമാണ്. ഇപ്പോഴാണ് ബാക്ക് ബെഞ്ചിലെ ആൾക്കാരെ മനസ്സിലാക്കിയത്. അതാണ് ഒറിജിനൽ ബാക്ക് ബെഞ്ച്. ഏറ്റവും ബാക്കിലെ ബെഞ്ചിലാണ് ഇപ്പോഴും ഏറ്റവും ബാക്കിലാണ്. ഞാൻ അന്ന് ആ കൊളയാതിന്റെ പഠിത്തം കൊളയാതിന്റെ വലത്തത്തിന് കുതിരണ്ടായി ചങ്ങായാണ്. ഇപ്പൊ വലിയ ബാങ്കിന്റെ പ്രസിഡന്റും ഞങ്ങളുണ്ടാക്കും. മറ്റേ 84 ബാങ്കിന്റെ ഏറ്റവും ബാങ്കില് ബയോളജിന്റെ ശോഭനയുടെ ക്ലാസ്സിൽ ഏറ്റവും മുമ്പിലെ ബെഞ്ചിലായിരുന്നു. പഠിക്കാൻ വേണ്ടി കേട്ടോ ഏറ്റവും മുമ്പിലായിരുന്നു ടീച്ചറെ. ടീച്ചർ കണ്ടില്ല, അവൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കാണാന് എന്തെങ്കിലും പറഞ്ഞില്ല. പത്രം കണ്ടെന്ന് എണീക്കാൻ കഴിയുന്നില്ല നോക്കുന്നത്. എത്ര ആൾക്ക് എണീക്കാൻ പറ്റും, എത്ര ആൾ എണീക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. കാരണം നമ്മളെ എനർജി നമ്മൾ നോക്കണം എപ്പോഴും. അതാണ് അതേ പാടുള്ളൂ, അങ്ങനെ പാടുള്ളൂ. ഇന്നത്തെ യാത്രക്ക് വേണ്ടിട്ടല്ല ഞാൻ പറയണ്ടേ. നിങ്ങളെ ലൈഫില് നിങ്ങൾക്ക് പ്രായം കൂടി കൂടി വരും എന്നുള്ള ചിന്ത വരരുത്. അത് തമാശയില്ല. നിങ്ങൾക്ക് മരിക്കണം. നമുക്ക് ഏറ്റവും സുവർണാസനം മരണാണ്. ആരോടൊന്നിനും വൈദ്യുതി പറഞ്ഞാൽ നമുക്ക് പോകാം. പക്ഷെ അതേ രീതി നമ്മള് നാളെ മരിക്കുന്ന ചിന്തയെ വരരുത്. നമ്മള് മനസ്സിന് എന്ത് ചിന്തിച്ചോളൂ അത് റിട്ടേൺ ആയിട്ട് വരും. തമാശയില്ല. വിശ്വാസമാണ്, അതൊക്കെ ഉണ്ടാവും. അതെല്ലാം തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യം അത് മാത്രമേ ഉള്ളൂ. മരണം മാത്രമേ ഉള്ളൂ. മറ്റിനൊക്കെ തടസ്സങ്ങൾ വരാം, ഇതിന് തടസ്സങ്ങൾ വരൂല. ആ വളരെ കിട്ടുന്നുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് മാത്രമാണ്. അത് ഒരാൾക്കും ചടഞ്ഞിരിക്കാൻ പാടില്ല. എല്ലാവരും അത് കരുതിയിട്ട് ലൈഫ് എൻജോയ് ചെയ്യാറുണ്ട്. നിങ്ങളെ ഈ 60 റുപ്യ 80 റുപ്യ മാസം ചെയ്യാനല്ലേ ഞാൻ പറയുന്നത്. 900 രൂപ ആദ്യം ചെയ്യണം. അമേരിക്കൻ പൗരനാണ്. അപ്പൊ ആദ്യം ചിന്തിക്കേണ്ടി ഞാൻ അമേരിക്കൻ പൗരനാകും, എന്നെ കൊണ്ട് ഒരു കഴിയും. ആ ചിന്ത വരണം. അല്ലാതെ ഇവിടെ കേരളത്തിൽ മലപ്പുറത്തേക്ക് ആൾക്കാർ വന്ന് കണ്ടോ ആലോചിച്ചാറി. നല്ല അമേരിക്കൻ നെഗറ്റീവ് ചിന്തിക്കാതെ നമുക്ക് ലൈഫ് മുന്നോട്ടുണ്ടാക്കാൻ കഴിയൂല. നെഗറ്റീവ് വരും, അത് അതിന്റെ വൈക്ക് വിടാൻ.
എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് കിടക്കി. നമ്മൾ ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ നിങ്ങൾ മക്കളെ കല്യാണം കഴിച്ചാൽ വീട് വെച്ചില്ല, എല്ലാവരും വീട് വെച്ചില്ല. എന്താ നിങ്ങൾ വീട് വെക്കാനുള്ള കാരണം? നിങ്ങൾ മനസ്സിൽ നീയത്ത് വെച്ചോ എനിക്കൊരു വീട് വെക്കണം. അത് ഓട്ടോമാറ്റിക് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എത്തും. അത് കല്യാണം എങ്ങനെയാണ്, മക്കളെ കല്യാണം, പെൺമക്കളെ കല്യാണം ഒക്കെ അങ്ങനെയാണ് ആയിക്കോട്ടെ എത്തും. നമ്മള് അത് ചിന്തിക്കാതെ എന്റെ കൂടെ കഴിയൂല എന്നുള്ള ചിന്ത മനസ്സിൽ വെച്ചാൽ കഴിയൂല. അത്രേ ഉള്ളൂ. നെഗറ്റീവ് വരും, പക്ഷെ അത് അതിന്റെ കുട്ടാൻ മതി. നെഗറ്റീവ് നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കേണ്ട ആവശ്യമേ ഇല്ല. അടുത്ത എനർജിക്ക് വേണ്ടിട്ട് ഇപ്പൊ തയ്യാറായിക്കാണ്. അടുത്തത് ഒരു കൂടി ഫുള്ള് ഓല കയറാം. നമ്മളിങ്ങനെ മാടയെ കയറാം. ആ കെട്ടി കയറി ഒരു യാത്രക്ക് മാത്രം നമുക്ക് ദൈവത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കാര്യത്തിനും നന്ദി പറയണം. ഞാൻ ഒരു കൈ ഉയർത്തിയാലും കൈ താത്തിയാലും സംസാരിച്ചില്ലെങ്കിൽ ഇതിനൊക്കെ ദൈവത്തിനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോഴേ മുന്നോട്ട് പോകുള്ളൂ. ഇത് പൊന്താതൊന്ന് ആയിരുന്നു നോക്കണം. അപ്പൊ മനസ്സിലാവും ഈ കൈ എത്രയും എന്തേലും സുഖം. ഈ കൈയിന്റെ ഒരു വിരല് ഒന്ന് ഇളകാതിരുന്ന് നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും. നമ്മളെ സംസാരിക്കാനുള്ള ഈ ഇതുണ്ടല്ലോ, ഇതൊന്ന് നഷ്ടപ്പെട്ടു നോക്കണം. അപ്പോഴേ അറിയുള്ളൂ നമുക്ക് എന്ത് എന്നാ കിട്ടിയ നിയമത്തിൽ. ശ്വസിക്കാനല്ല മൂക്ക്. ഞാനും 2 അടിച്ചു. അതിനെന്താ എനിക്ക് മനസ്സിലായി. ഓരോ മനസ്സിൽ ഫുള്ള് അതാണ്. അടിക്കണം അതല്ല. ഞാൻ ചായ കുടിച്ചു, നിങ്ങളോട് ചോദിച്ചു ചായ കുടിച്ചോ. ഇതേ വർത്താനം ജയിലിനോട് അഭി ചോദിച്ചു ചായ കുടിച്ചു അടിക്കണം. അതിന്റെ ഉത്തരം എന്താ ശരി? 2 പൂരും ചായം കുടിച്ചിട്ട് നല്ല ചായ കുടിച്ചോ ചോദിക്കാൻ പാടില്ല. ഒരു ഗ്രൂപ്പ് ഒന്നിച്ച് പോകുമ്പോ ആ ഗ്രൂപ്പ് തീരുമാനിക്കുന്ന ആളുകളാണ് എന്താ ചെയ്യേണ്ടത് പറഞ്ഞത്. അതെ, അതാണ് വിജയ് വീഴരുത്. എന്റെ മറ്റുള്ളവർക്ക് ചായ അടിച്ചാൽ പോലും ലയിച്ച പൂരി എന്നാ പോലും ലയിച്ച. അതല്ല, അതിനാണ് നമ്മള് സ്വാധീനം ചെലുത്തത്. ഞാൻ അബീബിനെ സ്വാധീനിക്കും. ഞാൻ ചായ കഴിക്കും, അതിന്റെ പൈസ ആരെങ്കിലും കൊടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചാൽ ഇന്റെ മനസ്സിലുണ്ടായിരുന്നു ഇന്റെ ചായന്റെ പൈസ മുസ്ലിമിനെ വാക്ക് മാത്രല്ല ഈ ഗ്രൂപ്പിൽ ചായ, എല്ലാവർക്കും ചായ. അത് അബീബിന് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. നാളെ വെച്ചാൽ അബീബ് അവരോട് ചോദിച്ചോളൂ. ഞാൻ പിന്നെ വിളിച്ചു ചായ വേണോ? നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എത്ര കാറടിക്കാം? നമ്മളെ മാള് ഹോട്ടലില് ബ്രേക്ക്ഫാസ്റ്റ് ഏൽപ്പിച്ചപ്പോൾ അതിനുള്ള കാര്യം ഇരിക്കാട്ടാ. ഇവിടെ മാളിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി. ഭക്ഷണം പിടിക്കാൻ പറ്റില്ല, തിരക്കായി പോയി. ഹലോ പ്രിയപ്പെട്ട 84 ബാച്ചിലെ എന്റെ ആത്മ സുഹൃത്തുക്കളെ, ഭായികളെ, ചങ്കുകളെ, എന്റെ അറിവില് ഇത് 84 ബാച്ചിന്റെ 5ാമത്തെ ചർച്ച, പഠന യാത്ര അഥവാ ടൂറാണ്. പോകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റർ ഉണ്ട്, മൂപ്പര് വിശദമായിട്ട് പറഞ്ഞു തരും. അതിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമ്മൾ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായി, ഭക്ഷണമൊക്കെ ഉഷാറായി എല്ലാവരും കഴിച്ചു. സാധാരണ നമ്മൾ പോകുന്ന പോലുള്ള യാത്ര വൈകുന്നേരം രാത്രി ഒരു 9-10 മണിക്കുള്ളിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ പല തമാശകളും കളിചിരികളും ഒക്കെ ഇതിലുണ്ടാവും. കാരണം നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നതാണ്. ആരും മിണ്ടാതിരിക്കാൻ പാടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമാശയും കാര്യമൊക്കെ പറഞ്ഞ് ഈ യാത്ര
നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാക്കി നമുക്ക് മാറ്റണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പ്രായത്തില് മാക്സിമം ജലീൽ സാഹിബും റഹ്മത്ത് സാഹിബ് പറഞ്ഞ മാതിരി മാക്സിമം നമ്മൾ ചെറുപ്പാവാൻ നോക്കുകയാണ്. ചെറുപ്പാവാൻ നോക്കണം. പ്രായം ഇതിനൊരു മാനദണ്ഡമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പല തരക്കാരാണ്, പല പല രീതിയിലുള്ള സ്വഭാവക്കാരാണ് എന്നും ഞാൻ പറയാനുള്ള കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഒരേപോലെ ആവില്ല. പല രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളും പല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ്. തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയാ മാക്സിമം ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം, ഒരു കോമൺ സെൻസ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം. നമ്മൾ ചെറുപ്പത്തില് പ്രായം ഞാൻ വീണ്ടും ഓർപ്പിക്കല, എന്നാലും നമ്മൾ ചെറുപ്പക്കാരല്ല. പഴയ 84 ബാച്ച് 35-40 വർഷത്തിനപ്പുറം, ഇപ്പൊ 40 വർഷമായി. അന്ന് നമ്മൾ 35 വർഷമാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ 40 വർഷം മുമ്പുള്ള ആ സഹപാഠികൾ ആണെങ്കിൽ കൂടി നമ്മളൊക്കെ ഒരുപാട് വളർന്നു. മക്കള് വേറെ കുട്ടികളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര നല്ല രീതിയിൽ ഉഷാറായിട്ട് സുഗമമായ രീതിയിൽ നമുക്ക് പോയി വരണം എന്നുണ്ടെങ്കിൽ എല്ലാവരും പരസ്പരം സഹകരിക്കുക. ഈ യാത്ര നമ്മൾ പുറപ്പെട്ട് അത് തിരിച്ച് നമ്മൾ വന്ന് പോകുന്നിടത്ത് തന്നെ ഇറങ്ങുന്നത് വരെ മാക്സിമം ഒരു എനർജി എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാവരും കീപ്പ് ചെയ്യുക. യാത്രയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങളൊക്കെ നൽകും പ്രിയപ്പെട്ട നമ്മുടെ ഈ ബാച്ചിലെ ഈ ടൂറിന്റെ കോർഡിനേറ്റർ ഹബീബാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ അദ്ദേഹമാണ് ഇത് മാനേജ് ചെയ്യുന്നത്. മാക്സിമം അദ്ദേഹവുമായിട്ട് എല്ലാവരും സഹകരിക്കുക. എന്നാലും എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ട് നമ്മളൊക്കെ പ്രായമുള്ള ആളുകളാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ ആരും മടിക്കരുത്. അത് ഹബീബിന് പക്ഷെ അത് ഈ സമയം കീപ്പ് ചെയ്യാൻ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള എല്ലാ സ്ഥലങ്ങളും പോയിട്ട് കാണാനും അവിടെയൊക്കെ ചെന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാനും വേണ്ടിയിട്ടാണ് അത് മാക്സിമം ഈ ടൈം കീപ്പ് ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ഒരു പക്ഷേ ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെയുള്ളതിന്റെ കാര്യങ്ങൾ. അപ്പൊ അതില് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര ഭംഗിയാക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ടൂറിനെ കുറിച്ചും മറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ കോർഡിനേറ്റർ ഹബീബ് റഹ്മാനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാരും ഉഷാറല്ലേ? ഗുഡ് മോർണിംഗ്. ഉഷാറായിട്ട് പറയുവായി. ആ ചായ കുടിച്ചൊക്കെ ഒന്ന് ദഹിക്കണ്ടേ? നമ്മളെ മുഖ്യ ഉപദേഷ്ടാവ് പൊളിയാണ്. നമ്മളെ ഈ ടൂറിന്റെ ഒരു എന്താ പറയാ, ഒരു നടുക്കല്ല് എന്നൊക്കെ പറയാം. ജീവനാടി അങ്ങനെയും പറയാം. ജീവൻ കുറവാണെങ്കിൽ നടുക്കല കല്ല് തന്നെ പറയാം. പിന്നെ നമ്മളിപ്പോ ട്രിപ്പ് ഏകദേശം കുറെ എത്തി. നമ്മൾ പോകേണ്ട പകുതി സ്ഥലം വരെ നമ്മൾ എത്തിയിരിക്കണു. നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ ചായയൊക്കെ കഴിഞ്ഞു. അതിന്റെ ശേഷമാണ് ഇൻട്രൊഡ്യൂസിങ് കാര്യങ്ങളൊക്കെ വന്നത്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഗൂഡല്ലൂർ വഴി അങ്ങോട്ട് തൊപ്പക്കാട് പോയിട്ട് അവിടുന്ന് എന്താ നിങ്ങളെ അഭിപ്രായം അനുസരിച്ച് കാട്ടില് സഫാരി പോണെങ്കിൽ പോകാം. അതെല്ലാരെയും അഭിപ്രായം മാനിച്ച് നമുക്ക് ചെയ്യാം. കാരണം 340 റുപ്യാണ് ഒരാൾക്ക് ടിക്കറ്റിന്. പിന്നെ അത് പോണം എന്നുള്ള ഭൂരിഭാഗം പോണം എന്ന് പറഞ്ഞാൽ പോകും. പിന്നെ ഒരാൾ അധികം പറഞ്ഞാൽ നമ്മൾ പോകും, പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസനഗുഡി പോണം. പോണ വൈക്കല് ഇതാ ഇവിടുന്ന് ഗൂഡല്ലൂർ നിന്ന് വിട്ടുകൊണ്ട 2 സൈഡിലും നോക്കിയിട്ട് മൃഗങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നോക്കുക, മുഴുവൻ മൃഗങ്ങളാണ്, കുഴപ്പമില്ല. പിന്നെ അപ്പോ നമ്മളിപ്പോ എവിടെ എത്തി? നമ്മളിപ്പോ മസനഗുഡി എത്തിയില്ലേ? അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മസനഗുഡി പോകാം, ഭക്ഷണം കഴിക്കാം. മോയാർ ഡാമുക്ക് എങ്ങനെ വണ്ടി പോകുന്നുണ്ടെങ്കിൽ വണ്ടിയായിട്ട് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജീപ്പില് നമുക്ക് എല്ലാവരും 8 ആള് വെച്ച് ജീപ്പ് പോകണമെങ്കിൽ ജീപ്പ് പോവാം. അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് അപ്പൊക്കെ തീരുമാനിച്ചതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഇത് മാക്സിമം എൻജോയ് ചെയ്യാം. എവിടെ പോയാലും കണ്ടാലും കണ്ടില്ലെങ്കിലും സംസാരിച്ചും. നമ്മളെ ജനറൽ സെക്രട്ടറി പറഞ്ഞ മാതിരി വെറുപ്പും കുശുമ്പും കുഞ്ഞായ്മയും ആർക്കും വേണ്ട. ഒക്കെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് കളയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് വന്ന് പറയാം. ഞാൻ അതിന് പരിഹാരം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഞാൻ പരിഹാരം കണ്ടെത്തി തരാം. യാതൊരു പ്രശ്നമില്ല. അപ്പൊ എല്ലാരും അടിച്ചു പൊളിച്ചു പോവല്ലേ? ഇനി അടുത്തെന്താ വേണ്ടി പറയാം. ഇൻട്രൊഡ്യൂസിങ് വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ പാട്ട് വേണമെങ്കിൽ പാട്ട് പാടാം. എന്താ വേണ്ടി ചെയ്യാം. പിന്നെ നമ്മളെ സഫീർ കെ എല്ലാ പാട്ടും പഠിച്ചു വന്നപ്പോഴും പറഞ്ഞു. ഇനി അടുത്തതായി ഞാൻ നമ്മളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മളെ പ്രസിഡന്റ്, നമ്മളെ പല കമ്പനിക്കും പ്രസിഡന്റാണ്, ബാങ്ക് പ്രസിഡന്റ്
പിന്നെ അതുപോലെ നമ്മളെ ഈ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ്, പിന്നെ ലീഗിന്റെ പ്രസിഡന്റ്. അപ്പോ ഞാൻ റമത്തൊക്കെ വരി. അല്ല, രണ്ടു വാക്ക് പറയണം. അത് ഇവർക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ജലീൽ സാഹിബിന്റെ മോട്ടിവേഷൻ ഉണ്ടാവും, മുസ്തഫാന്റെ മോട്ടിവേഷൻ ഉണ്ടാവും. വരി ഇങ്ങോട്ട് വരി. ഞാൻ എല്ലാരും കാണുള്ളൂ. അസ്സലാമു അലൈക്കും. 1984 നമ്മുടെ നല്ലവരായ സഹപാഠികളെ, എന്തൊക്കെയാണ് വർത്താനം? സുഖല്ല? നമ്മുടെ ടൂർ കോർഡിനേറ്ററും അതുമാതിരി നമ്മുടെ ജനറൽ സെക്രട്ടറി ചെറിയും പറഞ്ഞ മാതിരി വയസ്സ് 10-15 ആയെങ്കിലും ഇപ്പോഴും ചെറുപ്പത്തിന്റെ ആ തിളതിളക്കം നമുക്ക് മാറിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ 5ാമത്തെ 6ാമത്തെ ടൂറാണെന്നാണ് എന്റെ പരമായ സംശയം. ഏതായാലും നല്ല രീതിയിൽ പോയി കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് വളരെ ഉഷാറായിട്ട് മടങ്ങി വരിക. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ ബന്ധങ്ങളും നമ്മുടെ കുടുംബവുമായും മറ്റും നമുക്ക് പോകാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ നമ്മളെ ചെറിന്റെ ഭാര്യപ്പൊക്കെ വിളിച്ചിരുന്നു, ഉണ്ണിയപ്പം കൊടുത്തയച്ചിട്ടുണ്ട് പറഞ്ഞാണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഇപ്പൊ തന്നെ കഴിക്കല്ലേ? ഇപ്പൊ കഴിക്കല്ലേ? കുറച്ചെന്റെ കഴിക്കേ അങ്ങനെ. അപ്പൊ അതേമാതിരി ഓരോരുത്തരും ഓരോ സംഗതി കൊടുക്കുന്നുണ്ട്. ജലീൽ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പ് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്. അതേമാതിരി കൊടുക്കുന്നതിലൊക്കെ എടുക്കുക, നമുക്ക് കഴിക്കാൻ തുടങ്ങുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റു കാര്യങ്ങള് നമ്മളെ ജലീൽ സാഹിബ് വിശദമായിട്ട് നമുക്ക് പറഞ്ഞുതരും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ജലീൽ സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ ഉല്ലാസ യാത്ര അല്ലെങ്കിൽ തമാശ യാത്ര, നമുക്ക് അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രായം സത്യത്തില് അതൊരു നമ്പർ മാത്രമാണ്. നിങ്ങളെ മനസ്സ് എവിടെയാണോ അവിടെയാണ് നിങ്ങളെ ശരീരം. ചിലപ്പോ അതിന് വഴങ്ങിക്കൊള്ളുന്നില്ല, പക്ഷെ എങ്കിലും ആ മനസ്സിനെ എപ്പോഴും ചെറുപ്പാക്കി നിർത്തിയാൽ നമ്മുടെ ശരീരത്തിനും മുഖത്തിനും ഒക്കെ ഒരു ഉന്മേഷം ഉണ്ടാവും. പിന്നെ നമ്മള് മുൻപ് നല്ല സുഹൃത്തുക്കളായിരുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇപ്പൊ രണ്ടാമത് നമ്മള് ഒരു 5 കൊല്ലമായിട്ട് ആ കൂടിച്ചേരൽ പിന്നെ കൂടിയപ്പോ ഒന്നും കൂടി നമ്മുടെ ഈ സമയത്ത്, അതായത് ഇങ്ങനെ ഒരു ഇപ്പൊ 30 ആളുകൾ ഇപ്പൊ നമ്മൾ കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. 54 ആളുകൾ ഗ്രൂപ്പിൽ നിന്ന് 30 ആളുകൾ കൂടിയിട്ടാണ് പോകുന്നത്. ആ 30 ആളുകള് മാനസികമായിട്ട് എൻജോയ്മെന്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ പ്രയാസത്തെ ദൂരീകരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അല്ലാതെ ഇവിടെ ഈ മോയാർ ഡാമും മസനഗുഡിയും ഒന്നും കാണാത്തവരൊന്നും ആരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമുക്ക് കാണാനുള്ളത് കാടാണ്. കാട് പ്രകൃതി ഒരുക്കിയ ഒരു വരദാനാണ് ശരിക്കും കാട്. നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല. നമ്മുടെ സൃഷ്ടാവ് ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോ അതനുസരിച്ച് നമ്മുടെ മനസ്സിൽ ഇപ്പൊ നമ്മൾ ഈ പച്ചപ്പിലൂടെ അങ്ങനെ പോകുമ്പോ നമ്മുടെ മനസ്സിന് ഒരു കുളിർമ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. നമ്മൾ എന്നും കാണാത്ത ഒരു സംഭവം പിന്നെ കാണുമ്പോ മനസ്സിന് ഒരു കുളിർമ ഉണ്ടാവണം. അതാണ് വേണ്ടത്. അതായത് നമുക്ക് ഇന്നത്തെ ഈ ഒരു ടൂർ കൊണ്ട് മിനിമം ഒരു 15 ദിവസമെങ്കിലും നമുക്ക് ആ ഹാപ്പിനെസ് നിലനിർത്താൻ സാധിക്കണം. അപ്പൊ അതിനെന്താ വേണ്ടത്? നമ്മളെല്ലാവരും സംസാരിക്കണം. അല്ലാതെ മറ്റൊരു കേട്ട് മാത്രം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക എന്നുള്ളതല്ല. നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റിയ ഒരു അവസ്ഥ ഉണ്ടാവണം. നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ കാണുന്ന ഒരു ഗുണം അതാണ്. നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാം. അത് ഇതോടുകൂടി തീരും വേണം. അതായത് മറ്റവൻ അന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മള് മറ്റൊരാളെ മോശക്കാരനായിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളോട് എന്തെങ്കിലും ഒരു അനിഷ്ടം നമ്മളെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അത് നമ്മളൊക്കെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ടാവും ചിലപ്പോൾ നമ്മളെ കൂട്ടത്തില്. വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റൊരാളോട്
ഒരു അനിഷ്ടം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗുണകരമല്ല എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗുണപാഠം. അപ്പൊ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ശ്രമിക്കണം. ഒരിക്കലും നമ്മൾ ഈ പറയുന്നത് ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. നമ്മൾ ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഒരാളെ കുത്തുവാക്ക് പറയാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മളിപ്പോ ഇന്ന് ഈ പറയുന്നത് കുത്തുവാക്കായിട്ട് ആരും എടുക്കരുത്. അത് വെറും തമാശക്ക് വേണ്ടി മാത്രം. ഇപ്പൊ നമ്മൾ ഓരോരുത്തരെ കുറിച്ചിട്ട് നമ്മൾ പറയും, എന്നെ പറ്റിയും പറയും, നമ്മൾ ഹംസനെ പറ്റി പറയും, റഹ്മത്തിനെ പറ്റി പറയും, ചിലപ്പോ പറയും നാടൻ നായ്ക്ക് മുന്തിയ നായാണെന്ന് പറയും. ഇതൊക്കെ പറയുന്നത് എന്തിനാ? ഒരു തമാശ എന്ന് മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ആരും അത് എടുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അത് ഇപ്പൊ പറഞ്ഞ മാതിരി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്താ ഇവരെ സ്വഭാവം അതാണ്, ഇവര് ഒന്നായിട്ട് കൂടിയാല് നല്ല നാടൻ നായ്ക്കൾ തന്നെയാണ് അതാണ്. അങ്ങനെ തന്നെയാണ് ആവേണ്ടത്. കാരണം നമ്മളിപ്പോ ഇന്റെയൊക്കെ മനസ്സ് നമ്മൾ ആ 15 വയസ്സുള്ള ആ സമയത്തുള്ള ആ രീതിയിലാണ്. അങ്ങനെയാണ് ആവേണ്ടതും. കാരണം നമുക്ക് ഒരിക്കലും ആ പ്രായത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. മനസ്സുകൊണ്ടല്ലാതെ ശരീരം കൊണ്ട് ഒരിക്കലും നമുക്ക് ആ 15 വയസ്സുകാരനായിക്കൊണ്ട് പോകാൻ കഴിയില്ല. SLCക്ക് പഠിച്ചിരുന്ന അന്ന് 15 വയസ്സ്, അല്ലെങ്കിൽ 14 വയസ്സ്, അല്ലെങ്കിൽ 16 വയസ്സ് ഇത്ര ഉണ്ടാവും നമുക്ക്. അപ്പൊ അത് നമുക്ക് എന്തായാലും ശരീരം കൊണ്ട് അന്നത്തെ കാലത്തേക്ക് എത്തൂല, പക്ഷെ മനസ്സുകൊണ്ട് എത്തണം. അതാണ്. അപ്പൊ ആ മനസ്സുകൊണ്ട് അങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുക. അതിലെല്ലാവരും ഭാഗവാക്കാവുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇന്നത്തോടു കൂടി തന്നെ നമ്മൾ അത് മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. അപ്പൊ നമ്മൾക്കൊരു 15 ദിവസം നമുക്ക് നല്ല എനർജി നമ്മളെ മനസ്സിന് ഫ്രീ ആയിട്ട് കിട്ടും. കാരണം എല്ലാവർക്കും ഇതില് 99% ആളുകളും ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും, മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മളെ മക്കളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത ഒരാളും ദുനിയാവിൽ ഉണ്ടാവില്ല. എത്ര കോടീശ്വരനാണെങ്കിലും നമ്മൾ വിചാരിക്കും സമ്പത്ത് ഉണ്ടായ എല്ലായി ഒന്നും ആവൂല. സമ്പത്ത് ഒന്നിന്റെയും ഒരു ഘടകമല്ല. എന്താണോ നമുക്ക് ഇന്ന് വരുമാനമുള്ളത് അതുകൊണ്ട് ജീവിക്കാനുള്ള മനസ്സുണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റവൻ അത്ര വലിയ കോടീശ്വരനാണ് അതുകൊണ്ട് എനിക്ക് അതുപോലെ ആവണം എന്നുള്ള ചിന്ത എല്ലാം ഉണ്ടാവണ്ടേ. ആ ചിന്ത വേണ്ട എന്നല്ല, ചിന്ത വേണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മള് എന്തെന്നും ഇവിടെ ജീവിക്കുന്നവനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ അതിനനുസരിച്ച് മനസ്സിനെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തണം. എന്നാൽ നമ്മൾ എപ്പോഴും ഇവിടുന്ന് വിട്ടുപോകേണ്ടവനാണ് എന്നുള്ള രീതിയിൽ അത് എന്താണോ നമ്മോട് നമ്മുടെ മാർഗരേഖ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. അത് മാത്രമാണ് നമുക്ക് വിജയത്തിനുള്ള വഴി. ആ വിജയത്തിന്റെ വഴിയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നേരത്തെ നമ്മളെ മുസ്തഫ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കല്ല വേണ്ടി. നെഗറ്റീവിനെ നമ്മൾ നെഗറ്റീവായി എടുത്തുകൊണ്ട് അതിനെ മറ്റൊരു രീതിയിലേക്ക് തള്ളി വെക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുക എന്നുള്ളതാണ്. എപ്പോഴും പോസിറ്റീവ് എനർജി, പ്രത്യേകിച്ച് അതിരാവിലെ നമ്മൾ പോസിറ്റീവ് എനർജി കിട്ടാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. എല്ലാം പോസിറ്റീവായിട്ട് കാണുക. നെഗറ്റീവുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ പുറപ്പെടാൻ നോക്കുമ്പോ 35 ആളുണ്ടായിരുന്നു, നമ്മൾ 54 ആളുണ്ടായിരുന്നു. അതിന് 34-33 ആളുകളാണ് നമുക്ക് പേര് വന്നത്. ബാക്കി 24 ആളുകൾക്ക് എന്താണെന്ന് നമുക്ക് അറിയില്ല. പല പ്രശ്നങ്ങളും ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാതെ ഇതിനോട് വിമുഖത കാണിക്കുന്നവരുണ്ട് നമ്മളെ കൂട്ടത്തില്, ഇതിനെ എതിർക്കുന്നവരുണ്ട് നമ്മളെ കൂട്ടത്തില്, ഒക്കെ ഉണ്ടാവും. അത് മാനസികമായ പ്രശ്നങ്ങളാണ്, മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളാണ്. ഓരോരുത്തർ ജീവിച്ചു വന്ന രീതി, അല്ലെങ്കിൽ ഓരോരുത്തരുടെ എന്താ പറയാ അതിന് മേൽക്കോയ്മ നിലനിർത്താണ്ട ഒരു സംഭവം, ഇതൊന്നും നമ്മളെ സഹപാഠികൾക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മളെല്ലാവരും തുല്യരാണ്. ഇവിടെ നമുക്ക് സമ്പത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ ജാതിന്റെ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ പേരിലോ ഒന്നും നമ്മൾ ആരും ഒരാളെക്കാരും മേലെയോ ഒരാളെക്കാളും താഴെയോ ആവാൻ പാടില്ല. നമ്മളൊക്കെ ആ സഹപാഠികള് അത് നിലനിർത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതല്ലാതെ ഞാനിപ്പോ മറ്റൊരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ഞാനൊരു വലിയ സംഭവമാണ്, ഞാൻ വലിയ സമ്പന്നനാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അതുകൊണ്ട് നിങ്ങളെക്കാളൊക്കെ മേലെയാണ് ഞാൻ എന്നുള്ള ഒരു അഹംഭാവം എനിക്കുണ്ടായാൽ അതെന്റെ നാശമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള തത്വം. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തെ ബാക്കി ഇനി എത്രയാണെന്ന് അള്ളാഹു ആലം, നമ്മളൊക്കെ പര്യവസാനം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഗ്രൂപ്പിന്റെ മുഖ്യൻ AV മുസ്തഫ, നിങ്ങൾക്ക് അല്ല മൈക്ക് ഇവിടുന്ന് അതൊക്കെ പറയണം കേട്ടോ. കാരണം തുറന്ന് സംസാരിക്കുക എന്നുള്ള വേണ്ടി, അപ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ ഗുണം കിട്ടുക. അല്ലാതെ നമ്മളിങ്ങനെ മറ്റുള്ളവരത് കണ്ട് ഓൻ തിരക്കടില്ല, അല്ലെങ്കിൽ ഓൻ മോഹൻ നായാണ്, അല്ലെങ്കിൽ ഓ അങ്ങനത്തെ ജാതി തന്നെയാണ് എന്നെല്ലാം ഉണ്ടാവണ്ടേ. നമ്മളൊക്കെ ഒരേമാതിരി എല്ലാ നാടനായ്ക്കളും ഒക്കെ നാടനായ്ക്കളും അതിലുള്ളതെന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ കണ്ടാൽ മതി. ഒന്നിനൊന്നും മെച്ചല്ല.
പ്രിയപ്പെട്ടവര്, നമ്മള് പിന്നെ മുഖ്യ രക്ഷാധികാരി കുറച്ചു കഴിഞ്ഞ് സംസാരിക്കാൻ പറഞ്ഞു. എനർജി ആയിട്ടില്ല, അപ്പൊ ആ സീരിയൽ നിൽക്കാൻ പറ്റില്ല. മൂപ്പർക്ക് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് മൂപ്പര് വരും. വേറൊരു കാര്യം ഞാൻ എന്റെ കാര്യത്തിൽ ഞാൻ ആദ്യം പറയാൻ വിചാരിച്ച കാര്യമാണ്, പറയട്ടോ. കാരണം ഞാൻ നമ്മളെ ജനറൽ ബോഡിയിൽ എക്സിക്യൂട്ടീവിലൊക്കെ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, നമ്മളെ ഈ ബന്ധം എന്നൊന്നും നിലനിർത്തുന്നതിനൊപ്പം തന്നെ സാധിക്കുമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലൊക്കെ ചേരാൻ പറ്റുന്നുണ്ടെങ്കിൽ, യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിലൊക്കെ യോജിപ്പിക്കണം. നമ്മുടെ മക്കളിലൂടെ ഈ ഒരു ബന്ധം നിലനിർത്തണം എന്നുള്ളത്. കാരണം എനിക്ക് ഒരു 6-7 വർഷം മുമ്പ് വെറും ഒരു വാട്സപ്പ് കൂട്ടായ്മയായിട്ട് തുടങ്ങിയ നമ്മുടെ 84 ബാച്ച് ഇപ്പോ എവിടെ എത്തി നിൽക്കുന്നു നമുക്ക് മനസ്സിലായി. കാരണം ഒരു കൊല്ലവും നമ്മൾ ടൂർ മുടക്കിയിട്ടില്ല, ഒരു കൊല്ലവും നമ്മൾ ജനറൽ ബോഡി മുടക്കിയിട്ടില്ല. ഒരു കൊല്ലത്തിൽ 2, 3, 4, 5 പ്രാവശ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്നു. അതിനൊപ്പം നമ്മുടെ തന്നെ പരസ്പര സഹായനിധി കൂടുന്നു. അതിനൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മൾ വരിസംഖ്യ കൊടുക്കുന്നു. നമ്മുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ സജ്ജമാണ്. മിനിറ്റ്സ് ഉണ്ട്, രേഖകളുണ്ട്, കണക്കുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ 2 ജോയിന്റ് സെക്രട്ടറിമാര്, 2 വൈസ് പ്രസിഡന്റുമാര്, മുഖ്യ രക്ഷാധികാരി അടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമുക്കുണ്ട്. വളരെ സുതാര്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം മക്കൾ തമ്മിൽ നിലനിർത്തി പോകണമെന്ന് പറഞ്ഞത് അള്ളാഹ് കേട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സന്തോഷ വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം, എന്റെ മകന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാൽ മെയ് മാസം 18-ാം തീയതിയാണ്. സമയമുണ്ട്, 5-6 മാസം സമയമുണ്ട്, നോമ്പ് കഴിഞ്ഞ ശേഷമാണ്. അപ്പൊ ഈ മെയ് 18 എന്ന് ഇപ്പൊ തന്നെ പറയാൻ കാരണം, നിശ്ചയം ഡേറ്റ് ഉറപ്പിച്ചതാണ്. പറയാൻ കാരണം അന്ന് നമ്മുടെ കൂടെ തന്നെ ഈ കുട്ടികളെ കെട്ടിക്കാനും അല്ലെ കല്യാണിക്കാനൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഡേറ്റിൽ ആരും ദയവ് ചെയ്ത് അന്നത്തെ ദിവസം ആരും, ഞാൻ അറിഞ്ഞു ഇപ്പൊ നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ പിന്നെ അദ്നാൻ സാഹിബ് ഇരിക്കുന്നുണ്ട്. അദ്നാൻ സാഹിബിന്റെ ഒരു കല്യാണം, മകന്റെ കല്യാണം നടക്കാൻ പോകുന്നുണ്ട്. അത് ഏതാണ്ട് മെയിലാണ് വരാന്നൊരു ന്യൂസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ മെയ് 18 എന്നുള്ള ഞായറാഴ്ച ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിശ്ചയിക്കാൻ വേണ്ടി പിന്നെ ആലോചിക്കണം. 2, എന്റെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്നത് പുറത്താവില്ല, നമ്മളെ 84 ബാച്ചിലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത് റഫീഖ് മറ്റത്തൂരിന്റെ മോളെ തന്നെയാണ്. തികച്ചും യാദൃശികമായിട്ട്, ഒരു പെങ്കട്ടേറൊന്നും ഇല്ലാതെ, ഒരു മൂന്നാലില്ലാതെ, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ആരും ഇല്ലാതെ, എന്നാൽ ഒരാളതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല, അഷ്റഫ് ബാപ്പുവാണ് അതിന്റെ പിന്നെ ആള്. നമ്മള് പിന്നെ ഇങ്ങനെ പറഞ്ഞു തമ്മിൽ ഞാനും റഫീഖും സംസാരിച്ചപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ പറയണെന്ന് വെച്ചാല് ഇത് ഒരു പക്ഷെ ഒരു മുൻവിധി എന്നുള്ള എനിക്ക് പറയാം. കാരണം അങ്ങനെയൊക്കെ ഇതേപോലെ ഇനിയും വരാൻ സാധ്യത നമ്മളെ ഗ്രൂപ്പില്. കാരണം ഞാനും റഫീഖും കൂടി സംസാരിച്ചപ്പോ കുട്ടികളെ പറ്റി ചോദിച്ചു, എന്റെ മോനെ പറ്റിയൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു, ഓരോന്റെ മോളെ പറ്റിയും പറഞ്ഞു. അപ്പൊ എനിക്ക് ഓടിയില്ല എന്താന്നുള്ളത്, റഫീഖിനെ മനസ്സിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പിറ്റേ ദിവസം ബാപ്പുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു, മോന്റെ കല്യാണം ഉണ്ടാക്കുന്നുണ്ടോ ചോദിച്ചു. ഉണ്ടാക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മോനിപ്പോ അധ്യാപകനായിട്ട് മാസമായിട്ട് കയറിയിട്ടുണ്ട് മഞ്ചേരിയില്. അപ്പോ ഞാൻ നോക്കുന്നുണ്ട്, ശരിയായിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി നമ്മളെ കൂടെ കുട്ടിയില്ലേ റഫീഖ് എനിക്ക് വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. വിളിച്ചിരുന്നു, എന്നോട് ഈ കാര്യം പറഞ്ഞില്ല. എന്നാ ഓനെ ഉദ്ദേശമുണ്ട്, എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ സൂട്ടാവോ നോക്കിയാന്ന് പറഞ്ഞു. നേരിട്ട് സംസാരിക്കണോ ഞാൻ ചോദിക്കണോ ചോദിച്ചു എന്നോട്. ബാപ്പുടെ ഇരിക്കണ്ടല്ലോ, ബാപ്പുനെ പറഞ്ഞു. ഞാൻ വിളിച്ചോളാം പറഞ്ഞു, നേരിട്ട് വിളിച്ചു. കാര്യങ്ങള് പിറ്റേ ദിവസം തന്നെ ഞാൻ എന്റെ കുടുംബം മോനെ പോയി കുട്ടികളെ പോയി കണ്ടു. ആ കുട്ടി നമ്മുടെ കൂടെ ഫാമിലി ടൂറൊക്കെ പോകുന്ന കുട്ടിയാണ്. നമ്മള് 84 ബാച്ചിന്റെ പ്രഥമ ഫാമിലി ടൂറിൽ റഫീഖും ഭാര്യയും ഇപ്പൊ എന്റെ മംഗലായകം പോകുന്ന ആ കുട്ടിയും എന്റെ മരുമോളൊക്കെ അതിലുണ്ടായിരുന്നു. എന്റെ മകനെ ഇല്ലായിരുന്നു, എന്റെ മോളും എന്റെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓർക്ക് ആദ്യം കുട്ടിനെ അറിയാം, എന്റെ മോക്കും അറിയാം, എന്റെ ഭാര്യയ്ക്കും അറിയാം. അപ്പൊ അങ്ങനെ അത് പോണു. അൽഹംദുലില്ലാ കുട്ടികൾ തമ്മിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു. മറ്റ് ഡിമാൻഡുകളും കാര്യങ്ങളും ഒന്നുമില്ല. അത് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്, നമ്മൾ എന്തൊക്കെ തമാശ പറഞ്ഞാലും എന്തൊക്കെ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും അത് ഞാൻ വിശ്വസിക്കുന്നത് അള്ളാന്റെ അലങ്കരിയമായ അനുഗ്രഹമായിട്ടാണ്. കാരണം ഈ 2 കുടുംബങ്ങൾ ഒന്നിക്കാണ്. 84 ബാച്ച് കാരണമാണ് ഈ കുടുംബങ്ങൾ ഒന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പൊ അൽഹംദുലില്ലാ എല്ലാവരും ദുആ ചെയ്യുക. കല്യാണത്തിന് ക്ഷണിക്കാനൊന്നും ആയിട്ടില്ല. ഞാൻ ആമുഖമായിട്ട് കല്യാണത്തിന്റെ ഡേറ്റ് പറഞ്ഞുള്ളൂ. അത് ഡേറ്റ് ഇനി വേറെ ആളുകൾ നിശ്ചയിക്കുമ്പോൾ അത് ക്ലാഷ് ആവരുത്. 84 ബാച്ചിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന്റെ കല്യാണമാണ്. വളരെ ഭംഗിയായിട്ട് എല്ലാവരും ക്ഷണിച്ച് ഉഷാറായിട്ട് നടത്തണം എന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ബ്രോക്കറേജ് ഞാൻ കൊടുത്തു, ബാപ്പുവിനടുത്തുണ്ട്. എനിക്കെന്ത് ബ്രോക്കറേജാ? എനിക്ക് ഞാൻ തരാം, അവിടെ ഒന്നും തരാം, ബ്രോക്കറേജ് തരപ്പോ. അപ്പോ ഓക്കെ ബാപ്പുവിനെ ഞാൻ കണ്ടോളാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാനതൊന്ന് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷണിക്കും വളരെ ഭംഗിയായ രീതിയിൽ. MSMലാണ് ഞാനിപ്പോ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം വേണ്ടാതല്ലോ, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ടാരിനെയും ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്യാവശ്യം വേണ്ടത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ തീരുമാനിച്ചാൽ മതിയല്ലോ. ഇൻഷാ അല്ലാഹ് നിക്കാഹും അന്ന് രാവിലെ തന്നെ നടക്കും. അതിന്റെ ടൈമും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. അതാമുഖമായിട്ട് പറയണം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊരു ക്ഷണമല്ല കേട്ടോ, ഇത് ഞാൻ അറിയിക്കാം. ജസ്റ്റ് ക്ഷണിക്കും, എല്ലാവരും പ്രത്യേകം ക്ഷണിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ.
വൈസ് പ്രസിഡന്റുമാരാണ്. ഒന്ന് ഹബീബാണ്. ഹബീബ് കോർഡിനേറ്ററിൽ സംസാരിച്ചു. അടുത്തത് ഷഫീഖാണ് വൈസ് പ്രസിഡന്റ്. ഷഫീഖിനെ അത് ക്ഷണിക്കുന്നു. 2 വാക്ക്. അപ്പോ വളരെയധികം സന്തോഷമുണ്ട്. നമ്മള് 5ാമത്തെ ഒരു ടൂർ പ്രോഗ്രാമാണ് ഇപ്പൊ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 4 പങ്കെടുക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ. പിന്നെ കൂടുതലായിട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് സംസാരിക്കാത്തത്, എനിക്ക് പെട്ടെന്ന് തല കറങ്ങുന്ന ഒരു പരിപാടി ഉണ്ട്. അത് കുറെ കാലം മുന്നുള്ളതാണ്, ഇപ്പോഴും ഉണ്ട്. യാത്ര ചെയ്യാട്ടെന്ന് പലരും പറയാം. പക്ഷെ ഞാൻ സഫീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരുപാട് യാത്ര ചെയ്ത ആളുകളാണ്. പക്ഷെ അത് യാത്ര ചെയ്തിട്ട് മാറുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്ന് സംസാരിക്കാത്തത്. എന്തായാലും ഈ ഒരു യാത്ര നല്ല രീതിയിൽ സഫറായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോട്ടെ. അതിനുവേണ്ടി നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു. ഹലോ ചെക്ക്. 84 ബാച്ചിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ട്രഷറർ, മുഖ്യ രക്ഷാധികാരി, അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച 84 ബാച്ചിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അസ്സലാമു അലൈക്കും. എനിക്ക് പറയാൻ കാര്യമായിട്ട് ഒന്നുമില്ല. കാരണം ഇവിടെ എല്ലാവർക്കും കല്യാണം ഉണ്ട്. എനിക്ക് കല്യാണമൊന്നും ആയിട്ടില്ല. കുട്ടികളൊക്കെ ഉണ്ട്, പക്ഷെ കല്യാണമൊന്നും ആയിട്ടില്ല. സമയമായിട്ടില്ല. ചെറിയ കുട്ടികളല്ല കല്യാണം. അതുകൊണ്ട് കല്യാണം പറയാൻ ഏതായാലും ആയിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറയും. പക്ഷെ എല്ലാ കല്യാണത്തിനും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഈ ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഞാന് അങ്ങനെ പൊതുവെ എല്ലാരോടും കമ്പനി കൂടുന്ന ഒരാളല്ല. കുറെ ആളുകളെ ഞാന് കുറെ കഴിഞ്ഞിട്ടേ അവരോട് കമ്പനി കൂടാറുള്ളൂ. എല്ലാരോടും ചെന്ന് കണ്ട് പെട്ടെന്ന് തന്നെ അവരോട് കമ്പനി കൂടുന്ന സ്വഭാവം എനിക്കില്ല. അവരൊക്കെ പഠിച്ച് നമുക്ക് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ കൂടുള്ളൂ. അത് പൈസ ഉള്ളവരാണെങ്കിലും പൈസ ഇല്ലാത്തവരാണെങ്കിലും നമ്മളോട് പറ്റുന്നവരാണ് എങ്ങനെയാണെങ്കിലും അങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷെ ഈ ബാച്ചിലുള്ളവര് ഈ ബാച്ചുമായി ബന്ധപ്പെട്ട് വന്നപ്പോ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം എല്ലാവരും ഒരുമിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് ഇതിലുള്ള നമ്മുടെ സഹായനിധിയും അതുപോലെ നമ്മളെ ടൂർ പരിപാടികളും ഫാമിലി മീറ്റിങ്ങും ഒക്കെ ഉണ്ടാക്കുമ്പോ അപ്പൊ അതെനിക്ക് തോന്നിയത് ഒരു നല്ല സംഭവം തന്നെയാണ്. അപ്പോൾ ഈ പരിപാടികൾ ഞാൻ ഒന്നും ഒഴിവാക്കാറില്ല. ആരെന്ത് പറഞ്ഞാലും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഇതിന് സഹകരിക്കാറുണ്ട്. അപ്പോ എനിക്ക് കാര്യമായിട്ട് വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാന് നമ്മളെ മുസ്തഫാന്റെ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ 1-2 കാര്യങ്ങൾ പറയണം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് പറയുന്നത് എന്നല്ല, എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ കേൾക്കേണ്ടത്. ചിലപ്പോ പറയുന്ന ആൾക്ക് വലിയ സൗന്ദര്യമോ അയാളുടെ ഡ്രസ്സോ അയാളുടെ സമ്പാദ്യമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അയാൾ എന്താണ് പറയുന്നത് എന്ന് നമ്മള് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഒരു ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുള്ളൂ. നമ്മള് ക്രിസ്റ്റൽ പറഞ്ഞ അത്രയും ക്ലിയർ ചെയ്യാറ്. അങ്ങനെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മള് കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഒരു സ്പോഞ്ച് വെള്ളത്തിലിട്ടാല് എങ്ങനെയാണോ ആ സ്പോഞ്ച് എന്താ ചെയ്യല്, ചളിവെള്ളമാണെങ്കിലും നല്ല വെള്ളമാണെങ്കിലും അത് കുടിച്ച് അത് വലിച്ചിങ്ങനെ വീർത്ത് വെക്കും. അപ്പൊ അതുപോലെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഞണ്ട് എങ്ങനെയാണ് ഇറുക്കുക അതുപോലെ നമ്മൾ മാന്തി പിടിക്കണം. അപ്പൊ ഈ മോട്ടിവേഷനില് അങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. അപ്പൊ നമുക്കത് വേണമെങ്കിൽ ഉൾക്കൊള്ളാം, ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഈ ബാച്ചിൽ തന്നെ ഇപ്പൊ ജലീൽ സാഹിബ് പറഞ്ഞ മാതിരി കുറെ ആൾക്കാരത്തിനോട് സഹകരിക്കലുണ്ട്. കുറെ ആൾക്കാർ ഇത് കേട്ടമാതിരി എന്ത് ടൂറ് നമ്മളിത് എത്ര കണ്ടതാ. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. നമ്മൾക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും നമ്മൾ ആദ്യം പറയേണ്ടത് ശരിക്കും മനസ്സിലാക്കി കേൾക്കുക. വയത് പറയുകയാണെങ്കിലും എന്ത് കാര്യം പറയണെങ്കിലും നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയിട്ടതിന്റെ ശേഷം അഭിപ്രായം പറയാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഞാൻ പറഞ്ഞുകൊണ്ട് ഓരൊക്കെ ഇപ്പൊ എത്ര പറയാനായോ എന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ തമിഴിലൊരു ചൊല്ലുണ്ട്, നമ്മളെ മുടി പറിച്ചുകാണ്ട് മലയെ കെട്ടണം,
മലയെ കെട്ടിയിട്ട് വലിക്കണം. അപ്പൊ വലിച്ചാൽ എന്താണ്? കിട്ടിയാലൊരു മല, പോയാലൊരു മയില്. ആ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാന്. നമ്മൾ നല്ല ശ്രമിച്ചാല് അതുകൊണ്ടാണ് തമിഴിലൊരു ചൊല്ലുണ്ടെന്ന് പറഞ്ഞത്. തമിഴില് മയില് എന്ന് പറഞ്ഞാലും മുടിയാണ്. അതതിന്റെ സസ്പെൻസ് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ആ രീതിയിൽ വേണം നമ്മള് കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാൻ. പല ആളുകളെയും പ്രശ്നമാണ്. ഞാൻ തന്നെ ഒരു ട്രെയിനറോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഞാൻ എത്ര ശ്രമിച്ചിട്ടും പണക്കാരനാവുന്നില്ല. അപ്പൊ അയാൾ എനിക്ക് പറഞ്ഞ മറുപടി എന്താണ്? പണക്കാരനാവുന്നുണ്ട് മുസ്തഫ പറഞ്ഞമാതിരി തന്നെ ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ പോകണം, അവിടുത്തെ പൗരത്വം എടുക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. എന്നമാതിരി നമ്മളൊരു പണക്കാരനാവുന്ന എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ചെയ്യണം, കച്ചവടം എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഒരു ഉണ്ണിയപ്പത്തിന്റെ കച്ചവടം ചെയ്യുകയാണെങ്കിലും അതിന് ശ്രമിക്കണം. അതെങ്ങനെ ഉയർത്താൻ പറ്റും എന്നുള്ളത് നമ്മള് ശ്രമിച്ചെങ്കിൽ മാത്രമേ ആ രീതിയിൽ എത്താൻ കഴിയുള്ളൂ. അപ്പോ ശ്രമമാണ് നമ്മളെ എല്ലാത്തിന്റെയും വിജയം. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇപ്പോഴും ആർക്കും പ്രായം അധികരിച്ചിട്ടൊന്നുമില്ല. ഞാന് മുസ്തഫാനോട് എപ്പോഴും ഇങ്ങനെ തരുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഓന്റെ അടുത്ത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതിന് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്. കാരണം എന്തെങ്കിൽ നമുക്കത് വേറുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ചത് അതുപോലെ പറയാനും നമ്മൾ പഠിച്ചാലേ നമുക്കത് കൂടുതൽ മനസ്സിൽ നിൽക്കും. ഇപ്പൊ ഞാൻ പഠിച്ചത് നിങ്ങളോട് പറയുമ്പോ എനിക്കത് കൂടുതൽ സമയം മനസ്സിൽ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, മാക്സിമം എല്ലാവരും ഇതേപോലെ സംസാരിക്കുക. ഇപ്പൊ ജലീൽ സാഹിബ് നേരത്തെ പറഞ്ഞു, ഒരാള് സംസാരിക്കാനായിട്ട് നമ്മളെ ചെറിയും ആ സംസും ജലീലും ഓലുണ്ടാവും അങ്ങനെ കരുതേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് പറയാൻ കഴിയുന്നത് അത് നമ്മൾ പറയാം. നമുക്കൊന്നും അറിയില്ലെങ്കിലും നമുക്ക് ഇപ്പൊ ഖാദിർ അസ്സലാമു അലൈക്കും വലൈക്കും സലാം, പക്ഷെ ഓന് രണ്ടു വാക്കും കൂടെ ഒക്കെ കൂട്ടാം. ഞാൻ ഖാദിറാണ്, എന്റെ പേര്, ഞാൻ ചെമ്മങ്ങടത്തുനിന്ന് വരുന്നു, പിന്നെ ഞാനിങ്ങനെ ഇന്ന ജോലിയിലായിരുന്നു. നമ്മളെ ജേണി വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ജേണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങള് നമുക്ക് എന്തെങ്കിലും പിന്നെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഗൾഫിൽ പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് അവിടുത്തെ ഒരുപാട് ഇപ്പൊ ബാപ്പുവിനൊക്കെ ഒരുപാട് കഥ പറയണ്ടാവും. അപ്പൊ അതൊക്കെ പറയാം. അപ്പൊ നമ്മൾ ഈ ബാച്ച് കൊണ്ട് എന്ത് ഗുണം ഉണ്ടായി എന്ന് ചോദിച്ചാല് ഇതുപോലെ നമ്മളെ ഈ പരിപാടിയിൽ പ്രസംഗിച്ചാല് നമുക്ക് നമ്മളെ നാട്ടിൽ ചിലപ്പോ നമ്മളെ വിളിക്കണേ, ഒരാള് രണ്ടു വാക്കിച്ച് സ്വാഗതം പറയാന്ന് പറയണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അപ്പൊ അതിനെന്ത് ചെയ്യണം, നമ്മളെ ബസ്സിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അധികം ആളും ചിന്തിക്കേണ്ട എന്താ പറയുക, ഞാൻ പറയുമ്പോ എന്തെങ്കിലും തെറ്റുണ്ടാവോ, അത് അപ്പൊ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്റെ വീക്ക്നെസ് കണ്ടുപിടിക്കുവോ, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ് നമുക്ക് അധികം ആൾക്കുള്ളത്. അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ ഞാൻ സംസാരിക്കണില്ല അല്ലെങ്കിൽ ഞാൻ പറയണില്ല ഇത് പറയും. ആദ്യം ഞാൻ പ്രസംഗിച്ചാന് പിന്നെ കയറിയപ്പോ എനിക്ക് ഒരു സ്വാഗതം പറയാൻ ഞാൻ വരച്ചിരുന്നു. അങ്ങനെ വരച്ചിട്ട് ഈ കൊല്ലത്തെ കൊല്ലവർഷത്തെ അല്ല ഈ കൊല്ലം തന്നെയല്ലേ കൊല്ലവർഷം. അപ്പൊ അങ്ങനെ സംസാരിക്കാൻ ആദ്യം അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക. അത് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം അങ്ങനെ സംസാരിക്കുന്ന വേണം. അപ്പൊ ഞാൻ എന്താ പറയുക, എന്റെ സഹോദരങ്ങളായിട്ടാണ് നിങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ മാക്സിമം എല്ലാവരും ഇതിനോട് സപ്പോർട്ട് ചെയ്യുക, ആനന്ദിക്കുക. ഈ ടൂർ സംഘടിപ്പിച്ച നമ്മളെ ഹബീബും അതുപോലെ അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും നന്ദികളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കുഞ്ഞാപ്പു പ്രിയങ്കരനായ ജോയിന്റ് സെക്രട്ടറി കുഞ്ഞാപ്പു നിങ്ങളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 84 ബാച്ചിന്റെ മുഖ്യ രക്ഷാധികാരി മുസ്തഫ എവി, അതുപോലെ മറ്റു സ്ഥാനങ്ങൾ കൈമാറുന്ന എന്റെ പ്രിയ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ യാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഞാൻ വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഏതായാലും റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇതിൽ കുറെ ആൾക്കാർ ഇനിയും പങ്കെടുക്കാണ്ട്, അവർക്കൊക്കെ ഇതിലല്ലെങ്കിൽ അടുത്ത യാത്രയിൽ പങ്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിന്റെ മുന്നേ എല്ലാവരും പറഞ്ഞു കാര്യങ്ങളെന്ന് ഞാൻ തുടർന്ന് പറയാനുള്ളത്. എന്നാലും നമ്മൾ സംസു പറഞ്ഞ മാതിരി എന്തെങ്കിലും നീച്ചെന്ന് രണ്ടു വാക്ക് പറഞ്ഞു നോക്കാനുള്ള നീച്ചെന്നാണ്, പ്രത്യേകിച്ച് ഒരു പ്രയത്നങ്ങളും ചെയ്യാതുകൊണ്ട്. ഏതായാലും ഈ യാത്രക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, അവർ നാട്ടിൽ വന്നാല് എല്ലാ ആളുകളും നമ്മുടെ ഈ 84 ബാച്ചിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ
പ്രത്യേക ക്ഷണിതാക്കളായിരിക്കും എന്നുള്ളത് നമ്മളെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപ്രകാരം പ്രിയപ്പെട്ട ഇപ്പോ പ്രവാസി ആയിട്ടുള്ള ഇപ്പോ നാട്ടിലുള്ള ഇപ്പൊ നമ്മോടൊപ്പം യാത്രയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുവിന് മച്ചിങ്ങൽ ബാപ്പുവിന് ആദരപൂർവ്വം 2 വാക്ക് സംസാരിക്കുന്നത് ക്ഷണിക്കുന്നു. ബാപ്പുവിന് നല്ല കഴിവ്. കാരണം ഇത് കഴിഞ്ഞ് ഈ ടൂറിന് വേണ്ടി യാത്ര തെറ്റിവെച്ച ആളാണ്. അസ്സലാമലൈക്കും. 84 ബോയ്സിന്റെ മുഖ്യ രക്ഷാധികാരി ആ മൂലക്കരിക്കുന്ന ഒരാളുണ്ട്. അതേമാതിരി റൈറ്റ് സൈഡില് ഒരു നമ്മളെ പ്രസിഡന്റും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളെ ടൂർ കോർഡിനേറ്റർ ഉണ്ട്, അബീബ്, ചെറി, എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒറ്റവാക്കിൽ അസ്സലാമലൈക്കും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പൊ എല്ലാരും എന്നും സഹകരിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകണം. അതുമാതിരി ചെറിയ പറഞ്ഞ മാതിരി ഇനിയും ഈ കുടുംബത്തിൽ നിന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറത്തെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ ടൂറ് ഞാനിപ്പത് 4ാമത്തെ പ്രാവശ്യമാണ്, 6ാമത്തെ ടൂറെന്ന് തോന്നുന്നത് അല്ലെ. അല്ല, ഞാൻ 4ാമത്തെ പ്രാവശ്യത്തിലുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തും ഒരു ഫാമിലി ടൂർ ഉണ്ടാക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതിലെനിക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല കേട്ടോ. ഏതായാലും ഡിസംബർ ലാസ്റ്റ് തിരിച്ചു പോകും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഒരുപാട് സ്ഥാപനങ്ങൾ കൈയാറുന്ന ഒരുപക്ഷെ 84 ബാച്ചിനെ പോലെ തന്നെ ഒരുപാട് മറ്റ് ബാച്ചുകളിലും മറ്റ് സംഘടനകളിലും ഒക്കെ അംഗമായിട്ടുള്ള മുൻ ജോയിന്റ് സെക്രട്ടറിയും മുൻ വൈസ് പ്രസിഡന്റും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരനും എന്റെ അയൽവാസിയും എന്റെ ചങ്കുമായ പ്രിയപ്പെട്ട സഫീറിനെ ക്ഷണിക്കുന്നു. പ്ലീസ്. രാവിലെ പെട്ടെന്ന് കിട്ടിയെടുത്തിട്ട് പോകുന്നതാണ്. ട്രൗസർ ഇട്ടില്ലായിരുന്നു, ഇവിടെ വന്നതിന് ശേഷം ട്രൗസർ ഇട്ടത്. തമാശയാണ്. അടിക്കട കയ്യ്. ആ ആ ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാത്തു വസ്സലാമു കേൾപ്പിക്കല്ലേ. പ്രിയ സുഹൃത്തുക്കളെ, സംസാരിക്കാനൊന്നും അറിയില്ല. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോഴ് ഇന്നെക്കാളും വലിയവരല്ലാതെ തോന്നല് നിങ്ങളെല്ലാരും. അതുകൊണ്ട് അങ്ങനെയാണ് സംസാരിക്കുക അല്ലെ? അങ്ങനെയല്ല സംസാരിക്കേണ്ടി. ഓക്കെ. പിന്നെ ഇവൻ പറഞ്ഞ മാതിരി സ്ഥാനമാനങ്ങളൊന്നും ഇല്ല കേട്ടോ അധികം. 1-2 ചെറിയ ഗ്രൂപ്പുകളിലും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളു അല്ലേ അറിയാ. പിന്നെ ആദ്യമായിട്ട് പ്രസിഡന്റ്, മുഖ്യ രക്ഷാധികാരി, പിന്നെ ട്രഷറർ, പിന്നെ നമ്മൾ ചെറിയ സെക്രട്ടറി, പിന്നെ എല്ലാവരോടും സലാം പറഞ്ഞോളൂ അല്ലേ. സംസാരിച്ച് പഠിക്കണേ. അനുഭവങ്ങൾ എന്ന് പറയാനേ, അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല് സംഭവം രസാണ്. എല്ലാരും കൂടി പുറത്ത്. ആ പിന്നെ സെഫിക്ക് എന്താ ഉണ്ടാക്കും? പ്രസംഗിക്കല്ലേ, കേട്ടൂടെ. പിന്നെ എനിക്ക് 4 കുട്ടികളാണ്, എല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് മോൻ ഗൾഫിലാണ് ഇപ്പോ, ദുബായില്. 2ാമത്തവന്റെ കല്യാണം ഇൻഷാ അല്ലാഹ് മെയിലാണ്. പിന്നെ നിക്കാഹ് അടുത്ത ആഴ്ച നടക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അവരവിടെയാണ്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ സംശയം പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ പറയണുണ്ട്, പക്ഷെ വിഷയം കിട്ടണില്ല. ഗൾഫിലെ അനുഭവം എന്ന് പറഞ്ഞാല് ഒരു പക്ഷെ ഈ കൂട്ടത്തില് ആദ്യമായിട്ട് പോയത് ഞാൻ തന്നെ ആയിരിക്കും. അല്ല, അബീബ് കഴിഞ്ഞാ പിന്നെ ഞാനായിരിക്കും. 19 വയസ്സ്. അതിനുശേഷം ആരും പോയിട്ടുണ്ടാവും? വാപ്പുവാ ഇല്ലല്ലോ. ഇത് 1991 അവന്. ഞാൻ 1988. ആർക്കെ പറയാ സംസാരിക്കാണ്ട്? ഞങ്ങൾ സംസാരിക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലേ സമയം. ഗൾഫിലെ അനുഭവം നമ്മളിപ്പോ ഇവിടെ ഈ ഫാസ്റ്റ് ഫുഡിന്റെ കാലഘട്ടമാണല്ലോ. അപ്പൊ കുഴിമന്തി, പിന്നെ ചിക്കൻ
എന്താ അൽഫാം, ബ്രോസ്റ്റ്. അത് ബ്രോസ്റ്റ് പിന്നെ അന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ബാപ്പു കട്ട് ചെയ്ത് ഓരോ മിനിറ്റ് കേട്ടോ. അത് പ്രശ്നമില്ല. അല്ല ഉണ്ടാവിടെ ഒന്നായി എടുത്തിട്ട് പിന്നെ ഒരു 27 സെക്കൻഡ് 28 സെക്കൻഡ്. അങ്ങനെ കുഴിമന്തി, അതേമാതിരി അൽഫാം. എടാ ഇപ്പം ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കടാ. അതായത് 1988 ഏകദേശം 27-ാം തീയതി, ഏതാ മാസം എനിക്കറിയില്ല, റിയാദിൽ ഇറങ്ങി 13 പേരുണ്ടായിരുന്നു. മുസ്ലിം കിട്ടാവൊക്കെ അന്നൊക്കെ ഇതുവരെ രാജാവായിട്ട് രസമായിരുന്നു ജയിക്കാറില്ല. അന്ന് രാജാവായിട്ട് പോണ രസമായിരുന്നു അന്നേ. കേൾക്കാൻ കൂടിയായിട്ട് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ പറയാം, ഇപ്പൊ കാര്യത്തിൽ പറയാം. ബാബു ഓരോ മിനിറ്റ് മതിയടാ, ഇനി കട്ട് ചെയ്താൽ മതി അത്ര മതി. ഓക്കെ. അസ്സലാമു അലൈക്കും. ഇവിടെ കുറെ പേര് പ്രസംഗിച്ചു. പ്രസംഗിക്കാനൊന്നും അറിയില്ല, എന്നാലും 2 വാക്ക്. പിന്നെ ഈ ടൂറ് എല്ലാ വർഷവും നടത്തണം ഇൻഷാ അല്ലാഹ്. ഇതുപോലെ LKG UKG കുട്ടികളുടെ ടൂറല്ലാതെ ഒരു ലോങ് റൂട്ടൊന്ന് സംഘടിപ്പിക്കണം. ചെറിയ അതിന് വലിയ കമ്പുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നതാണ് ജലീലിനോടൊക്കെ. 2 ദിവസം 3 ദിവസമൊക്കെ ആയിക്കാണ്ട് ഈ ചെറിയ ടൂർ ഒഴിവായിക്കാണ്ട് ഒരു ലോങ് ടൂർ പറ്റുമല്ലോ. മതി, ഉള്ളിലേക്ക് പോണം. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ 55 വയസ്സായി നമുക്കെല്ലാവർക്കും 55 വയസ്സായി. 55, 56, 54 മേലാണ് ഗോയിങ് ഓൺ. അപ്പൊ പറയാനുള്ളത് എന്താ വെച്ചാല് തമാശയും കളിയും തിരിയൊക്കെ പറ്റും. പക്ഷെ ജീവിതം ഇനി മുന്നോട്ട് പോവും എന്ന് പ്രതീക്ഷിക്കൊണ്ടുള്ള കളിയും ചിരിയൊക്കെ പാടുള്ളൂ. എന്റെ അഭിപ്രായമാണ്. പിന്നെ ജീവിതം ഇപ്പൊ നമ്മളെ പ്രവാചകൻ പറഞ്ഞ പോലെ 64-ന്റെ 60-ന്റെ 70-ന്റെ ഇടയിൽ എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ 60-ക്ക് 5 പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനുള്ള അതിന്റെ പേഴ്സണലായിട്ടൊരു കാര്യം പറയാണ്ട്. മകന്റെ നിക്കാഹ് കഴിഞ്ഞ് ആരെയും വിളിച്ചിട്ടില്ല. പള്ളിയിൽ വെച്ചായിരുന്നു നിക്കാഹ്. കുറച്ചു പേർക്കൊക്കെ ഞാൻ അറിയിച്ചിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് കല്യാണം ഉഷാറായിട്ട് നടത്തണം. പെൺകുട്ടികളെ കല്യാണം കഴിച്ച 3 പേര് കുട്ടികളൊക്കെ ഉണ്ട്. മകന്റെ കല്യാണം ഉണ്ടാവും. ഞാൻ എല്ലാവരും ക്ഷണിക്കുന്ന ഇപ്പൊ ചെറിയ പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും ക്ഷണിക്കും. പിന്നെ പ്രസിഡന്റിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. റഹ്മത്ത് പറഞ്ഞു എന്നോട് നിക്കാഹ് പറയണ്ട, പള്ളിയിൽ വെച്ചല്ല, നമുക്ക് കല്യാണം ഉഷാറായിട്ട് നടത്താം. അൽഹംദുലില്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. അല്ല, നമ്മളെ പ്രസിഡന്റ് എല്ലാവർക്കും അവനോട് ചോദിക്കാം. അത് അങ്ങനെയുള്ള അതിന്റെ വകുപ്പ് അങ്ങനെയുള്ളോ? അതൊന്നുമല്ല. നമ്മളെ പ്രസിഡന്റ് തന്നെ, സർവീസ് ബാങ്കിലെ പ്രസിഡന്റ്, നമ്മളെ ഏറ്റവും ബ്രാഞ്ചിന്റെ പ്രസിഡന്റ് ഒക്കെ അല്ലേ? മറുപടി ഇല്ല. പിന്നെ അപ്പൊ എല്ലാവരും നല്ല നിലക്ക് നടത്തി അത് വിജയിപ്പിച്ച് തരണമെന്ന് ആമുഖമായിട്ട് പറയാണ്. എല്ലാവരും ക്ഷണിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് റാഹത്തായി കഴിയണം. അതിനു മുമ്പായിട്ട് ഇപ്പൊ 2-3 കല്യാണം കൂടാണ്ട് ഇൻഷാ അല്ലാഹ്. ചെറിൻ്റെത് പിന്നെ ഏവിൻ്റെത് ഇൻഷാ അല്ലാഹ്. ഇനി ആർക്കാ മൈക്ക് വേണ്ടത്? ഹംസ നല്ല ഉറങ്ങാണ്. ഹംസനെ ക്ഷണിക്കാണ്. അല്ല, കരീം സംസാരിക്കൂല. കരീമിന്റെ ഇല്ലല്ല ഓനെ. പിന്നെ ഹംസ ഏതാ 2 വാക്ക്. അസ്സലാമലൈക്കും. പിന്നെ അപ്പൊ ഇപ്പോൾ എല്ലാ വർഷവും ഈ ടൂർ സംഘടിപ്പിക്കാറുണ്ട്. സംഗതി ശരിയാണ്. നമുക്ക് എല്ലാ വർഷവും പങ്കെടുക്കാൻ കഴിയാറില്ല. നമ്മളെ ജോലി തിരക്കിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഈ പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഞാൻ പങ്കെടുക്കുന്നത്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. ശരിയാണ്, സാധാരണ എനിക്ക് വിളിക്കാറുള്ളത്. ഇപ്പൊ 2 വർഷമായിട്ട് ഞാൻ അവരോട് ഒഴിവു പറഞ്ഞപ്പോ അദ്ദേഹം എനിക്കിപ്പോ വിളിക്കലില്ല. ഇപ്പോ അബി നേരിട്ട് വിളിച്ചൊരു സംഗതി,
അദ്ദേഹത്തോട് എങ്ങനെയാണ് അത് കഴിയില്ല എന്ന് പറയാൻ എനിക്കൊരു ഒരു പ്രയാസം ഉണ്ടായി. അപ്പൊ ഞാൻ ആ കാര്യം മൂപ്പന്റെ അടുത്ത് പറഞ്ഞു ചെയ്തു. അബിയെ, എന്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ദൂരെയാണ് ഇപ്പൊ വർക്ക് നടക്കുന്നത്. അപ്പൊ അവിടെ ദിവസേന പോയി വരുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. പോത്തുകല്ല് പഞ്ചായത്തൊക്കെയാണ് ഇപ്പൊ നമ്മളെ ജലജീവൻ മിഷന്റെ വർക്ക് നടക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ വർക്കുകളാണ്. അപ്പോ നമുക്ക് ഒരു ദിവസം ഒഴിവില്ല. വെള്ളിയാഴ്ച ഒഴിവെടുക്കാറുണ്ട് നമ്മള് സ്വാഭാവികമായിട്ട്. ഏതായാലും ഞായറാഴ്ച ഞാൻ അതിനു വേണ്ടിയിട്ട് ഒഴിവുണ്ടാക്കാതെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അൽഹംദുലില്ലാ, നിങ്ങൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞതിന് വലിയ സംഘമല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ ടൂറ് എല്ലാ വർഷവും വളരെ ഉഷാറായിട്ട് നടത്തണം എന്നുള്ളത് തന്നെയാണ് എന്റെ ആഗ്രഹവും. അതിൽ പങ്കെടുക്കണം എന്നുള്ളതും അതിന് ആയുസ് പഠിച്ചോൻ തരട്ടെ നമ്മൾക്ക് എല്ലാവർക്കും. പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് കൈമാറേക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയ ആശംസകൾ. എന്തൊക്കെ സുഖം തന്നെയാണ് എല്ലാവർക്കും വിചാരിക്കുന്നു. ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാ കൊല്ലം നമുക്ക് ഈ ടൂർ നടത്താനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇത് 4ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ 84 ബാച്ചിലെ ടൂറിനെ കൊണ്ട് എല്ലാവരും. അതുകൊണ്ട് നിങ്ങൾ അന്നേരം ഉറങ്ങിയിരിക്കും, നമ്മൾ പ്രസംഗിച്ചപ്പോ ഇന്ന് കാണാത്തോണ്ടാണ്. അതുകൊണ്ട് എല്ലാം ഉത്താറായിട്ട് നടക്കട്ടെ. കോർഡിനേറ്റർ ആദ്യം എന്നെ വിളിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിന് ഓർഡറായിട്ട് നിന്ന് ഹബീബ്. അപ്പൊ ഞാൻ മൊയ്തീനെ ചോദിച്ചു, മൊയ്തീൻ പറഞ്ഞിരിക്കും കൈ പിടിച്ച് കിടക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പെണ്ണില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഇതാക്കിയാൽ മതി എന്നുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞില്ല. അസ്സലാമു അലൈക്കും. 84 ബാച്ചിന്റെ 6ാമത്തെ ടൂറായ ഈ ടൂറ് എല്ലാ ടൂറിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ടൂറ് ഇന്ന് പറയാനുള്ളത് അബ്ദുറഹ്മാൻ പറഞ്ഞതിന് 2 ദിവസം 3 ദിവസം ആക്കിയാല് ഉഷാറായിരുന്നു. എല്ലാം കൂടി രാത്രിയൊക്കെ ഒരു ദിവസം കൂടിയാലേ നമ്മളെല്ലാം കൂടി ഒരു രാത്രിയായാലും കൂടിയാലേ അതന്നെ പറയാനുള്ളൂ. പിന്നെ വേറെ ഒന്നും പറയാനില്ല. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. നമ്മളെ 84 ബാച്ചിന്റെ ടൂറ് ഉഷാറായിരിക്കണം. നല്ല എല്ലാ ടൂറിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നല്ല ഉഷാറാണ്. കഴിഞ്ഞ ടൂറാണ് ഭയങ്കര ഉഷാറായത്, ഒന്നുകൂടി ഉഷാറായത്, അടിപൊളി. അതിൽ പങ്കെടുക്കാത്തവർക്ക് നഷ്ടമാണ്. പിന്നെ ഇക്കുറിത്തും പോയി നോക്കട്ടെ, നമുക്കൊന്ന് അറിയാം, അഭിപ്രായം പറയാം. നല്ല അഭിപ്രായം തന്നെ കാരണം. പിന്നെ അസ്സലാമലൈക്കും. 84 ബാച്ചിന്റെ 3 വർഷത്തെ ട്രിപ്പ് എനിക്ക് വരാൻ പറ്റിയില്ല. കാരണം ഞാൻ ആടുജീവിതം നയിക്കായിരുന്നു. അങ്ങനെ അതൊരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു. പക്ഷേ ഇന്ന് ഈ ടൂറില് ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോ നമുക്ക് അള്ളാഹു സംവിധാനിച്ച ഈ ഭൂമിയുടെ സൗന്ദര്യം അത് ശരിക്കും എല്ലാവരും ആസ്വദിച്ച് അൽഹംദുലില്ലാ പറയണം. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് ഈ ടൂറിൽ പങ്കെടുക്കുന്നത്. ഇനി ഇതുപോലെ നമുക്ക് ഫാമിലി ആയിട്ട് ഇതുപോലെ ടൂറ് പോകാനുള്ള ഇത് ഞാൻ പറയുന്നുണ്ട്. എല്ലാരും അതിൽ പങ്കെടുക്കണം. അസ്സലാമു അലൈക്കും. നമ്മളെ വളരെയധികം ശ്രദ്ധിക്കണം. വളരെ പ്രസക്തനായ ഒരു പ്രാസംഗികനാണ് പറയുന്നത്. ഹലോ, ശ്രദ്ധിക്കുന്നില്ലേ? അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം 84ന്റെ 6ാമത്തെ ടൂറാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം 4ാമത്തെ ടൂറാണ്. ഇത് നമ്മള് ഒരു വർഷോത്തരം നടത്തി വരാറുള്ള വഴിപാട് ടൂറല്ല.
ഇതുകൊണ്ട് ഓരോ വർഷവും നമ്മളുടെ ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ കൂടി വരുന്നുണ്ട് എന്ന് തെളിയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇപ്പൊ ഉദാഹരണമായിട്ട് സൈതൽവിന്റെ വിവാഹം നിനക്ക് ഉദാഹരണമായിട്ട് ഇവിടെ മുമ്പ് പറഞ്ഞു. അപ്പോ എന്തെങ്കിലും ഇനി ഇതിൽ പങ്കെടുക്കേണ്ട ആളുകളുണ്ട്, അതിനുള്ള ശ്രമങ്ങൾ നടത്തുക. പിന്നെ എല്ലാവരും ആക്റ്റീവ് ആകുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും. ഇതിന് റിസ്ക് എടുത്ത നമ്മളെ കോർഡിനേറ്റർ അതുപോലെ മറ്റു ഭാരവാഹികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അത് പ്രിയപ്പെട്ട ഇക്ബാൽ അസ്സലാമു അലൈക്കും. ഇതില് ഞാൻ കോർഡിനേറ്റർക്കൊന്നും ഞാൻ നന്ദി പറയില്ല. അതേ പറഞ്ഞുതരാം. ഇതൊരു ടൂർ എന്ന് പറയാൻ പറ്റൂല. ഒലക്ക ഇത് ടൂറാണ്. ടൂറ് മുസ്ത പറഞ്ഞാല് നിങ്ങളൊക്കെ തേഞ്ഞ കുറേശ്യാളാണ്. എല്ലാം പിന്നെ പറയാ. എല്ലാവിധ ആശംസകളും. സാറായി പോയട്ടെ. അൽഹംദുലില്ലാ. ഓക്കെ. സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മള് ടൂറിനെ പറ്റി എല്ലാവരും ടൂറിനെ പറ്റി ഇതിൽ പറഞ്ഞു. ടൂറിനെ പറ്റി സംസാരിക്കുന്നതല്ല, അത് നമ്മൾ വൈകുന്നേരം മടങ്ങുമ്പോ ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ആസ്വദിച്ചു, അതാണ് ആസ്വാദനം കമ്മിയായി. അതിനനുസരിച്ച് ഫണ്ട് കുറച്ചു കൊടുത്താൽ മതി. അതിന് നമ്മൾ വേദാറേണ്ട ആവശ്യമില്ലല്ലോ. അത് ബാക്കി കമ്മിറ്റി ആയിക്കോളും. പിന്നെ നമ്മള് ലൈഫിലെ നമ്മളെല്ലാരും പറഞ്ഞു നമുക്ക് 55 വയസ്സായി, നമുക്ക് 55 വയസ്സായി. ഒരു കാര്യമില്ല. നമ്മളെ കൊണ്ട് തടുക്കണ സാധനമല്ലത്. അത് പറഞ്ഞുകൊണ്ടെന്ന് വെച്ചിട്ട് ഒരു മെച്ചം ആർക്കില്ല. അതെന്തായാലും നമ്മളെ കൊണ്ട് തടുക്കാൻ കഴിയൂല. പിന്നെ നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം, ഞാനടക്കം എന്റെ കുടുംബത്തിനടക്കം ആഘോഷിക്കുന്നുണ്ടാവും ബർത്ത്ഡേ. ഒരു വർഷം ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ചില്ലറ ഇതല്ല, മോശപ്പെട്ട ഒരു പരിപാടിയാണെന്നുള്ള അഭിപ്രായം ഉണ്ടാകും. ഞാൻ ഇന്റെ ബർത്ത്ഡേ ഞാൻ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. കുടുംബത്തില് ആഘോഷിക്കലുണ്ടില്ല ഞാൻ പറയില്ല. ഇതിനെ കുറിച്ച് തടുക്കാൻ കഴിയുന്നില്ല, അതാണ് സത്യം. നമ്മളെ ലൈഫിന് ഒരു വർഷം നഷ്ടപ്പെട്ടതിന് നമ്മള് ദുഃഖിക്കുന്നതിന് പകരം നമ്മള് ആസ്വദിക്കുക. വിരോധാഭാസം അതൊക്കെ നടക്കട്ടെ. അങ്ങനെ പറയാൻ പറ്റില്ല. ബർത്ത്ഡേ ആണ് അല്ല, അത് ആഘോഷിക്കല്. ബർത്ത്ഡേ സാധനം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതാ ആഘോഷിക്കല്. പിന്നെന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ലൈഫ് നമ്മൾ എങ്ങനെ ഇന്റെ ലൈഫ് എങ്ങനെ ആയി തീരണം എന്നുള്ളത് എനിക്ക് മാത്രമേ സംവിധാനം ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ വേറെ ആൾ കൈകടത്തിലോട് ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മളൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കണം എല്ലാ കാര്യത്തിനും. അതാണ് ഞാൻ ഓരോ ലൈഫിലെ ശീലങ്ങളാണ് വലുത്. ശീലം നമ്മൾ തുടർന്ന് പോയാൽ അതേമാതിരി പോകുള്ളൂ. അതേമാതിരി നമ്മള് ഇതിലെ കന്നഡ കന്നഡ വെച്ച് വായിക്കാൻ നിവൃത്തിയുള്ളവരേക്കാരെ കൂടുതൽ അല്ലെ. കന്നഡ വെക്കാതെ വായിക്കുന്ന ആൾക്കാർ വളരെ അപൂർവക്കാരൻ. ഞാൻ കന്നഡ വെക്കാതെ വായിക്കുന്ന ആളാണ്. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കാരണം വെച്ചാല് നമ്മൾ കന്നഡ വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കന്നഡ വെച്ച് പിന്നെ വായിക്കുള്ളൂ നമ്മളെ മനസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് പിന്നെ അങ്ങനെ വരുള്ളൂ. നിങ്ങൾ എവിടെയും നോക്കി ബംഗാളികൾ പണിക്ക് കാത്തുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, സാറിന്റെ അവിടെ, കുന്നുമ്മല് പമ്പിന്റെ അവിടെ ഒക്കെ. ഏതെങ്കിലും ഒരു ബംഗാളി കന്നഡ നിങ്ങൾ ആരെങ്കിലും കണ്ടക്കണോ? ആരെങ്കിലും കണ്ടക്കണോ? വളരെ അപൂർവക്കാരൻ. 1000-ൽ ഒരാൾ പോലും ഉണ്ടാവില്ല എന്റെ അഭിപ്രായം. മുടി നരച്ചവരും കമ്മിക്കാരം. എന്താണ് കാരണം? ശരിക്കും ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എത്ര കലോറി ഫുഡ് കഴിക്കണം അത്ര കലോറി വേസ്റ്റ് ഒഴിവാക്കണം എന്നുള്ള അത് നമ്മൾ ആരും ചെയ്യണില്ല. അത് മാത്രമാണ് നമുക്ക് വയസ്സായാലും നമ്മളെ മനസ്സൊക്കെ സൂക്ഷിക്കാനുള്ള മെയിൻ കാരണം. അതെല്ലാരും അതായത് ഡെയിലി അധ്വാനിക്കാരണം നമ്മൾ എന്തെങ്കിലും അധ്വാനിച്ചിട്ട് കാര്യമില്ല. ഒരു ഭാഗത്ത് സൈക്ലിംഗ് ഔട്ട് കാലിന്റെ തൊടമസിലിന് മാത്രമേ അതിന് ഫലം ചെയ്യുള്ളൂ. നമ്മളെ ഓരോ കോശത്തിനും അതിൻ്റെതായ അല്ലെ. നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സിൽ തമാശയില്ല. പിന്നെ നമുക്ക് അതാണ് നമ്മൾക്ക് ഒരു ശരീരത്തിന് അത് എപ്പോഴും നോക്കേണ്ട കാര്യമാണ്.
നിങ്ങൾ പണിക്കാരെ ശ്രദ്ധിച്ചു നോക്കണ്ടി. വലത് കൈ കൊണ്ട് പണിയെടുക്കുന്ന ആൾക്കാർ, ഇടത് കൈ കൊണ്ട് പണിയെടുക്കുന്ന ആൾക്കാർ നോക്കണ്ടി. ഓല് ഏത് കൊണ്ട് കൈ കൊണ്ട് കൂടുതൽ പണിയെടുക്കണോ അവിടെ മാത്രമേ മസിലിന് പവർ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനർത്ഥം എന്താ? നമ്മൾ എല്ലാ മസിലും ചലിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളൂ. അല്ലെങ്കിൽ ഏത് മസിലിന് കുറയണോ, എല്ലില്ലാത്ത ഭാഗം കൊണ്ട് മാത്രം പണിയെടുത്തോണ്ട് കാര്യമില്ല. എല്ലാ മസിലിന്റെ എല്ലാ ഭാഗം കൊണ്ടും ശരീരത്തിന്റെ എല്ലാ ഭാഗം കൊണ്ടും അധ്വാനിക്കണം ഇളകണം, ശരി ഇളകണം. നമ്മളെ ഒരു 40 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോശങ്ങൾ, നമ്മളെ 40 യുവാവുള്ള കാരണം അതാണ്. എല്ലാ കോശങ്ങളും വളർന്ന് റെഡി ആയിട്ട് നിൽക്കുന്ന സമയമാണ് 40 കഴിഞ്ഞാൽ പിന്നെ മൈനസ്ക്കാണ്. കോശങ്ങൾ ചത്ത് നമ്മൾ എത്രയോ ശരീരം മരിച്ചപ്പോ നമ്മുടെ ശരീരത്തിന്റെ എത്രയോ ഭാഗങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ജീവൻ ഇല്ലാതായിരിക്കും. പുതിയത് ഉത്പാദിപ്പിക്കണം. ആ ഉത്പാദനത്തിന്റെ ക്ഷമത കുറയും 40 കഴിഞ്ഞാല്. അത് വേറെ ഉത്സാഹമായിട്ട് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കും കോശങ്ങളാണ് നമ്മുടെ ജീവൻ നിലത്തി പോകുന്നത്. കോശങ്ങളിലാണ് നമ്മുടെ ആരോഗ്യവും ഊർജ്ജം എല്ലാം. അപ്പൊ ഊർജ്ജം നമ്മൾ എത്ര കയറ്റണു അത്രമാത്രം ഒഴിവാക്കണം. അപ്പൊ തന്നെ മുന്നോട്ട് പോകുകയും ചെയ്യണം. ഇത്രയൊക്കെ കൂടുതൽ പറയാനുള്ളൂ. ടൂറിനെ പറ്റി നമുക്ക് വൈകുന്നേരം മടങ്ങുമ്പോൾ ഇതേ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് വൈകുന്നേരം മറുപടി ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ ഞാൻ അങ്ങനെ സംസാരിച്ച സമയത്ത് എനിക്ക് ചെറിയതായിട്ടൊരു ഓർമ്മ വന്ന കാര്യം പറയാണ്. ഞങ്ങള് AUP സ്കൂളില് പിന്നെ പഠിച്ച സമയത്ത് ഞാൻ, റഹ്മത്ത്, നമ്മളെ കാക്ക നാസർ, കുട്ടിയമ്മു, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അത് ചിലപ്പോ കുറെ ആളുകളെ നിങ്ങളെ പരിചയ ഹംസ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പിന്നെ തിങ്കളാഴ്ച ദിവസം യൂണിഫോമിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ചന്ദന കളറ് ഷർട്ടാണ്. പിന്നെ പാന്റ് അന്ന് വളരെ കുറവാണ് എല്ലാവരുടെ. മുണ്ടാണ് എടുക്കാറ്. മുണ്ടിന്റെ കളറൊക്കെ ചിലപ്പോ വെള്ളം അത് പറയലേ ഉള്ളൂ. ഇതിന്റെ കളറൊക്കെ വേറെ ഏതെങ്കിലും പുറത്തിലേക്കും. സംസു പണ്ട് ഷർട്ട് ഇട്ടൊന്ന് പോലെ തന്നെ. അപ്പൊ തിങ്കളാഴ്ച ദിവസം 10 മണിക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാല് 12 വരെ ഞാൻ സാധാരണ പുറത്താ. എന്റെ കൂടെ വേറെ 2-3 ആളുകൾ ഉണ്ടാറുണ്ട്. ഇതിൽ പൊതുവെ എനിക്ക് ഓർമ്മയില്ല ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ യൂണിഫോം നമ്മുടെ സംഭവം എന്റെ അടുത്തില്ല. അത് വീട്ടിൽ പോയി പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടൂല. അപ്പൊ നമ്മളാ സങ്കടം നമ്മളെ മനസ്സിൽ വെക്കുക. തിങ്കളാഴ്ച ദിവസം ഞാൻ സാധാരണ 10 മണി കഴിഞ്ഞാല് ഒരു 3 പീരീഡ് ഞാൻ പുറത്തേക്കും. അപ്പൊ ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അങ്ങനെ ആലോചിച്ചപ്പോ ഒന്ന് പറയണം തോന്നി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ കോട്ടപ്പടി ഹൈസ്കൂളിൽ വന്നു. ഹൈസ്കൂളിൽ വന്ന സമയത്ത് നമ്മളെ മുസ്തഫ, നമ്മളെ കൂടപ്പറപ്പാണ്. ഞങ്ങൾ രണ്ടുപേരും ഇരട്ട കുട്ടികളെ പോലെയായിരുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നതിലും വളരെ കുറച്ച് ആളുകളായിട്ട് വലിയ ബന്ധം ഉണ്ടായിട്ടുള്ളൂ. വളരെ കുറച്ച് ആളുകൾ. കാരണം അന്നൊരു പല തട്ടായിരുന്നു. പല ആളുകൾക്കും പല തട്ട് എന്ന ലെവൽ തന്നെ ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളെല്ലാവരും ശരിക്കും നല്ലൊരു മിങ്കിളായിട്ടുള്ളൂ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് കാര്യവും നമ്മളെ നേരത്തെ നമ്മളെ ഇത് പറഞ്ഞ ഹബീബ് പറഞ്ഞ പോലെ തന്നെ നമ്മള് ജസ്റ്റ് വയസ്സ് നമുക്കൊരു നമ്പറാണ്. നമ്മളെപ്പോഴും നമ്മളെന്താ പറയാ, ഒരു ചെറുപ്പമായിട്ട് നമ്മൾ കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഏത് കാര്യത്തിനും നമ്മൾ മൈനസിന്റെ കൂടെ നമ്മൾ കൂടരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മൈനസിന്റെ കൂടെ കൂടിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈനസിലേക്ക് പോകും. എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാം. ആ കാര്യം നമ്മൾ ഏത് സമയത്തും നമ്മൾ നോക്കേണ്ട അവസ്ഥയാണ്. കാരണം മൈനസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ നമ്മളെ മൈനസൊക്കെ നമ്മളെ മൈൻഡ് സെറ്റ് മാറും. പിന്നെ നമ്മൾ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നമുക്ക് ശീലമുള്ളൂ. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഐ ലവ് യു അല്ല, ഐ ലവ് മീ എന്നാണ് പറയുന്നത്. നമ്മളെ സ്നേഹിക്കാം, എന്നാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്. നമ്മളായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇത്ര അധികം ആളുകളുണ്ട്, നമുക്ക് ഒരുപാട് പിന്നെ നമുക്ക് മക്കളുണ്ട്, നമുക്ക് പേരക്കുട്ടികളുണ്ട്. പക്ഷെ നമുക്ക് റോൾ മോഡൽ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് നമ്മളെ വാപ്പാനെ കാണിക്കാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട് എന്നുള്ളത് ശരിക്കും സ്വയം ചിന്തിക്കേണ്ട ഒരു കേസാണ്. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട 84 ബാച്ചിലെ എന്റെ സഹപ്രവർത്തകർക്ക് ആദ്യമേ അസ്സലാമു അലൈക്കും. ഞാന് ഈ സന്ദർഭത്തില് പലപ്പോഴും മൈക്ക് എന്ന് പറയുന്നത് കണ്ടാൽ ആദ്യം എടുത്തു ചാടിയിരുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞൊരു 3-4 വർഷത്തിനുള്ളിൽ എനിക്ക് വന്ന ഏറ്റവും വലിയ മാനസാന്തരം എന്ന് പറയുന്നത്, മൈക്കിലൂടെ ആളുകൾ പറയുന്നത് കേൾക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ സമയം കണ്ടെത്തുന്നത്.
അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഏറ്റവും അവസാനം പറയാറ് എന്നുള്ള ഒരു തീരുമാനം വളരെ മുൻപോട്ട് തന്നെ എടുത്ത് ഇതിൽ നിന്നല്ല എല്ലാ വേദികളിലും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കൂടുതൽ ആളുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എനിക്കിപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. ഞാൻ പറയുന്നൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ ഇതിന്റെ ആദ്യത്തിലുള്ള യാത്രയിൽ മാത്രമാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ആലപ്പുഴയിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ഒരു ട്രിപ്പില് ഞാൻ പങ്കെടുത്തിരുന്നു. അതിന് ശേഷമുള്ള യാത്രകളില് ഞാൻ പങ്കെടുക്കുന്ന ഹബീബിനെ വിളിച്ചു പറയും. പക്ഷെ എനിക്ക് സാധിക്കാത്ത ഒരുപാട് സാഹചര്യങ്ങളായിരുന്നു. പലപ്പോഴും വളരെ വേദനയോടുകൂടി, കാരണം യാത്രകൾ എന്റെ ജീവിതത്തില് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത് വിദ്യാലയത്തിലായതുകൊണ്ട് തന്നെ എന്നും ഈ കുട്ടികളുമായിട്ടും അധ്യാപകരുമായിട്ടും ഒക്കെയുള്ള ഒരുപാട് യാത്രകളില് ഒരുപാട് സമയം സംവദിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടാറുണ്ട്. പലപ്പോഴും ഞാൻ ഇരുന്നിട്ടേ ഇല്ല. അങ്ങനെ ഈ ഒരു കസേര എനിക്ക് ഞാൻ യഥാർത്ഥത്തിൽ ടൂറിൽ ഇരിക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ ഇതിന്റെ മുന്നിൽ മാത്രമായിട്ട് അവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. കാരണം മിക്കവാറും കുട്ടികളെല്ലാം ഇരുന്ന് കഴിഞ്ഞാൽ, അധ്യാപകരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നിലെ ഡ്രൈവറുടെ അടുത്തുള്ള ഒരു സീറ്റാണ് എനിക്ക് കിട്ടാറ്. അത് ഏത് മിനിറ്റിലും പുറത്തിറങ്ങാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് വളരെ റിലാക്സ് ആയിട്ട് ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുകയും പുറത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. അപ്പൊ ഈ നമ്മളുടെ ഈ ഒരു 84 ബാച്ച് എനിക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം, നമ്മളുടെ വിദ്യാലയം എന്ന് പറയുന്നത് ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഇന്ന് ചരിത്ര രേഖകളിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് അങ്ങനെ ഒരു സ്കൂള് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിന്ന് 2 വിദ്യാലയങ്ങളായി, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളും ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളും. ഇങ്ങനെ 2 വിദ്യാലയം ആയി. എന്നിട്ടും നമ്മള് 84 നമ്മൾ പഠിച്ചിരുന്ന ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഒരു ബാച്ച് ഉണ്ടാക്കുകയും ആ ബാച്ചില് ഉള്ളവരെ ഇന്നും ആ ഒരു സൗഹൃദം കാത്ത് സംരക്ഷിക്കുന്നുണ്ട് എന്നത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഈ അടുത്ത കാലത്ത് നമുക്ക് മുമ്പേ ഉള്ള ഒരു ബാച്ചിന്റെ ഒരു അംഗനോട് പറഞ്ഞു, ഞങ്ങളുടെ ബാച്ചിൽ ആകെ 2 പേരുള്ളൂ, വേറെ ആരുമില്ല, ഞങ്ങൾക്ക് ആരും അതിൽ വരികയോ അല്ലെങ്കിൽ കൂടുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെ ബാച്ച് ആകെ അങ്ങനെയുള്ള ഒരു ബാച്ചല്ല. എല്ലാ കാര്യത്തിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേര്. എനിക്ക് വല്ല അത്ഭുതമാണ്. കാരണം ഇങ്ങനെയൊക്കെ നമ്മളുടെ എല്ലാവരും അതിന് ഇത്രയും സൗഹൃദത്തോട് കൂടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ എത്ര ഒരു അറ്റാച്ച്മെന്റ് ആണ് എല്ലാവരും തമ്മിലുള്ളതെന്ന് അറിയുന്നു. എനിക്ക് പോലും ഇല്ല അങ്ങനത്തെ അറ്റാച്ച്മെന്റ്. ഞാനിങ്ങനെ ആരെയും വിളിക്കലോ അല്ലെങ്കിൽ ഗ്രൂപ്പില് സംവദിക്കലൊന്നുമില്ല. പക്ഷെ അത് എത്ര ഒരു സൗഹൃദത്തോടു കൂടി, എത്ര ഫ്രീ ആയിട്ടാണ്, എത്ര സ്വതന്ത്രമായിട്ടാണ് നമ്മുടെ ഈ ബാച്ചിലുള്ളവർ എല്ലാവരും പരസ്പരം സംസാരിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ട് നമ്മളെ മുഖ്യ രക്ഷാധികാരി മുസ്തഫ പറഞ്ഞ പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് അത് ഒരു വലിയ ഒരു കാര്യമാണ്. നമ്മളിപ്പോ വയസ്സായി എന്നുള്ള ഒരു രീതി, വയസ്സിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. കാരണം ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തില് 40,000-ലധികം ആളുകൾ 100 വയസ്സ് കഴിഞ്ഞവരാണ്. അവര് യങ്ങസ്റ്റ് ആണ്. വളരെ നല്ല ആരോഗ്യത്തോടു കൂടി, ഒരു പ്രശ്നവുമില്ലാതെ, ഒരു രോഗവുമില്ലാതെ ഇന്നും ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം, ചൈന, ചില രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകൾ അവര് 100 വയസ്സ് കഴിഞ്ഞ് സുന്ദരമായി ജീവിക്കുന്നു. അവരുടെ മനസ്സിന്റെ ഒരു ശക്തിയാണ്. ആ ശക്തി ഉണ്ടാവുന്നതിന് ഇപ്പൊ നമ്മളെ 84 ബാച്ചിൽ അത് കൂടുതലുണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ 100 വയസ്സിന്റെ ഒക്കെ മേലേക്ക് പോകുന്ന ഒരു വലിയ ആളുകളായിട്ട്, വലിയൊരു തലമുറയായിട്ട് നമ്മൾ മാറട്ടെ എന്ന് കൂടി എന്റെ ആശംസ വരികയാണ്. കാരണം നല്ല പോസിറ്റീവ്നെസ് ഉള്ള ആർക്കാ പോസിറ്റീവ്നെസ് ഇപ്പോഴും 15 വയസ്സിന് പറയുന്ന കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ ഉണ്ടാകും.
ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകട്ടെ എന്ന് പറഞ്ഞു പറയുകയാണോ അവരോട് ആവശ്യപ്പെട്ടത്. അപ്പോ നമ്മളെ ഈ പോസിറ്റീവ്നെസ് നല്ലതാണ്, നമ്മുടെ സൗഹൃദങ്ങൾ നല്ലതാണ്. ആ സൗഹൃദങ്ങൾക്കിടയിലുള്ള കല്ലുകടികളൊന്നും ഉണ്ടാവാതെ നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം. വലിയ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ വല്ലാതെ പറയുന്നില്ല, കാരണം ഞാൻ പറയാൻ നിന്നാൽ അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് പറയാൻ അവസരം ഉണ്ടാവില്ല. അത് പറയുന്നതിനോട് താല്പര്യമുള്ള ആളല്ല, അങ്ങനെ താല്പര്യം ഉണ്ടായിട്ടല്ല. പല മേഖലയിലും ഞാൻ പറഞ്ഞില്ലേ, വിദ്യാലയത്തില് 84 നമ്മുടെ ഈ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ പഠിച്ച എനിക്ക് മലപ്പുറം ജില്ലയില് തന്നെ ഉള്ള അധ്യാപകർക്ക് മാനേജ്മെന്റ് പരിശീലനം, സംസ്ഥാന SCRT നടത്തിയ മാനേജ്മെന്റ് പരിശീലനം എനിക്ക് നായകത്വം വഹിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ ഈ ബാച്ചിലുള്ള ആളുകളൊക്കെ പഠനം പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ അതിലും വലിയ ഉന്നതമായ സ്ഥാനത്തിൽ എത്തുമായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ ഇപ്പോ ഉള്ള നമ്മുടെ ബാച്ചിലുള്ള ആളുകളൊക്കെ ഒരുപാട് കഴിവുള്ളവരാണ്. വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസം എന്നൊരു ഒരാൾ ബിരുദം എന്ന് പറയുന്നതല്ല ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം. ബിരുദത്തിനേക്കാളിലും അപ്പുറത്ത് പ്രായോഗികമായിട്ടുള്ള നമ്മുടെ പരിശീലനങ്ങളും പ്രായോഗികമായിട്ടുള്ള അനുഭവങ്ങളുമാണ്. ആ അനുഭവങ്ങൾ എന്നെക്കാളിലും ഒരുപാട് നമ്മുടെ ഈ കൂട്ടത്തിലുള്ളവർക്കുണ്ട്. അതെനിക്ക് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇപ്പൊ വിദേശ രാജ്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞ എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇന്ന് വരെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടില്ല. എനിക്ക് എന്റെ ഇത്രയും കാലത്തെ സർവീസ് ഇടയിൽ വിദേശത്തും ഇല്ല. ഇന്ത്യയിൽ ഏത് നഗരത്തിലും ഞാൻ പോയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏത് നഗരങ്ങളിലും പോകാൻ എനിക്ക് സർക്കാർ തലത്തിൽ തന്നെ ഒരുപാട് അനുവാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ അവസരം കിട്ടിയിട്ടില്ല. ഞാനിനി റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നിങ്ങളൊക്കെ അവസാനിപ്പിച്ച കാര്യം ഞാൻ തുടങ്ങാനിരിക്കുകയാണ്. കാരണം എനിക്ക് ഇനി എപ്പോഴേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകണം, കുറച്ച് അറബിയൊക്കെ പറയണം ഒക്കെ ഒന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇപ്പോഴും നമ്മള് ഇതിലെ അറബി പറയാനുള്ളത് അസ്സലാം വലൈക്കും വലൈക്കും അസ്സലാം എന്നുള്ള ആ നാടോടിക്കാറ്റിലെ അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതൊക്കെ പഠിക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയവരൊക്കെ വളരെ സുന്ദരമായി സംസാരിക്കുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ അതൊക്കെ നമുക്ക് കിട്ടിയുള്ള വലിയ അനുഭവമാണ്. ആ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ നമ്മളുടെ ഈ ബാച്ചിലുള്ള ആളുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് നല്ലൊരു അനുഭവമാണ്. ഈ ടൂറ് സംഘടിപ്പിക്കാൻ മനസ്സ് ഉണ്ടായിട്ടുള്ള നമ്മളുടെ 84 ബാച്ചിന്റെ ഈ രക്ഷാധികാരി, അതേപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്ത കോർഡിനേറ്റർ ഹബീബ് റഹ്മാൻ, അതേപോലെ തന്നെ നമ്മളുടെ ഇതിൽ പങ്കാളികളായിട്ടുള്ള ഇതിന്റെ മറ്റു ഭാരവാഹികൾ, അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ പങ്കാളികളായ 84 ബാച്ചിന്റെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ബാച്ചിലെ ഒരു അംഗം എന്ന നിലയിലുള്ള എന്റെ പ്രതിജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇതുപോലെ ടൂറുകൾ സംഘടിപ്പിക്കുന്നത് ഞാനും സഹകരിക്കില്ല എന്ന് പറയണില്ല. പക്ഷെ ഞാൻ ഇതിൽ ഏറ്റവും അവസാനമായിട്ട് പേരുന്ന ആളാണ്. ഏറ്റവും അവസാനമാണ് ഞാൻ പേരുന്നത്. ഹബീബ് എന്നെ വിളിച്ചപ്പോ അതിന് മറുപടി കൊടുത്തിട്ടില്ല. മറുപടി കൊടുക്കാത്തതിന് കാരണം 4 മണിക്ക് എത്തിച്ചേരാൻ എനിക്ക് ചിലപ്പോൾ പ്രയാസം. അബ്ദുറഹ്മാനെ നമ്മുടെ കൊറിയർ അബ്ദുറഹ്മാൻ ഉണ്ടെങ്കിൽ സാഹിബുണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ എനിക്ക് പോരാൻ പറ്റുള്ളൂ. കാരണം മൂപ്പര് നേരത്തെ രാവിലെ വണ്ടിക്കേറ്റിന്റെ 3 മണിക്കിനെ പോക്കും. ഇന്നൊക്കെ സംഭവിച്ചതാണ്. വളരെ നേരത്തെ അത് അറിയിക്കുകയും ആ സമയത്ത് അവിടെ എത്തുകയും നമുക്ക് അവിടെ എത്തിച്ചേരാനൊക്കെ കഴിഞ്ഞത് എല്ലാവരുടെയും ആ ഒരു കൂട്ടായ്മ കൊണ്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്നതിനോട് താല്പര്യം എനിക്കില്ല. അങ്ങനെ ഒരു ഇതാണ് കുറെ കാര്യങ്ങൾ. എന്തായാലും നമ്മളെല്ലാവരും മനസ്സിലൊരു പ്രതിജ്ഞ ചെല്ലുക. ഐ ക്യാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. നമുക്ക് കഴിയും, നമുക്ക് എല്ലാറ്റിനും കഴിയും, നമുക്ക് കഴിഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രതിജ്ഞ. പിന്നെ എപ്പോഴും നമ്മള് ഒരു സ്മൈൽ, ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്തുണ്ടാവും. ഞാനതിന് പറയാനുള്ള കാരണം, ഈ ഡെക്കാൻ ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു പത്രം ഏറ്റവും വലിയ ഇംഗ്ലീഷിലുള്ള ഒരു വാക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു. ആ ഏറ്റവും വലിയ വാക്ക് ആരാണോ എഴുതി അയക്കുന്നത് അവർക്കൊരു സമ്മാനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ കേരളക്കാരനായ മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള ഒരാള് എഴുതി അയച്ച ഒരു കാര്യമാണ്, ഇംഗ്ലീഷിലെ വാക്കാണ് സ്മൈൽ എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതി അയച്ച വാക്ക് സ്മൈൽ എന്നായിരുന്നു. ഈ സ്മൈൽ എന്ന വാക്ക് എങ്ങനെയാണ് ഏറ്റവും വലിയ വാക്കാവുക എന്ന്
അദ്ദേഹത്തോട് അവർ തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, ഈ യെസ് എന്ന് പറയുന്നതിനും ഇതിന്റെ തുടക്കത്തിലുള്ള യെസ് എന്ന് പറയുന്നതിനും അതിന്റെ അവസാനം വരുന്ന യെസ് എന്ന് പറയുന്നതിന് ഇടയിലായിട്ട് 1 മൈൽ ദൂരമുണ്ട് എന്നാണ് അതിൽ പറഞ്ഞത്. 1 മൈൽ ദൂരമുണ്ട്. ഒരു പുഞ്ചിരിക്ക് ഈ വലിയ ദൂരം താണ്ടാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മുഖത്ത് സുന്ദരമായ ഒരു പുഞ്ചിരി ഉണ്ടാവുക, അതാവട്ടെ നമ്മളുടെ മാച്ചിന്റെ ഒരു പ്രധാന ഘടകം. അതുകൊണ്ട് തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക, പറയുന്നവരും കേൾക്കുന്നവരും അതൊന്നും വലിയ പ്രാധാന്യമായി കണക്കാക്കാതെ എപ്പോഴും ഒരു സൗഹൃദം തുടരട്ടെ. ഒരിക്കലും നമുക്കിടയിൽ ഒരു ഇടവേള ഉണ്ടാകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സൗഹൃദം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.